ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതപ്പെട്ട ഡ്രാക്കുളയുടെ കഥയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ നിയമസ്ഥാപനത്തിലെ ഒരു യുവ ഉദ്യോഗസ്ഥനായ ജോനാഥൻ ഹാർക്കർ തന്റെ ഡയറി കുറിപ്പുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചു. അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. തന്റെ തൊഴിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അവിശ്വസനീയവുമായ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ട്രാൻസിൽവേനിയയിലെ കാർപേത്തിയൻ പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയിലേക്ക് കൗണ്ട് ഡ്രാക്കുള എന്ന പ്രഭുവിന് ലണ്ടനിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു ആ യാത്ര. യാത്രയുടെ വിവരങ്ങൾ തന്റെ പ്രതിശ്രുത വധുവായ മീന മറയുമായി പങ്കുവച്ചപ്പോൾ അവളുടെ മുഖത്ത് ആശങ്കയുടെ നിഴൽ വീണിരുന്നു. എങ്കിലും തന്റെ കരിയറിലെ ഈ വലിയ അവസരം നഷ്ടപ്പെടുത്താൻ ജോനാഥൻ ഒരുക്കമായിരുന്നില്ല. ജോനാഥന്റെ യാത്ര മ്യൂണിക്കിൽ നിന്നാണ് ആരംഭിച്ചത്. ട്രെയിൻ കിഴക്കൻ യൂറോപ്പിലേക്ക് പ്രവേശിക്കും തോറും ഭൂപ്രകൃതി മാറിക്കൊണ്ടിരുന്നു. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും മനോഹരമായ ഗ്രാമങ്ങളും പതിയെ പതിയെ ഇരുണ്ടും നിഗൂഢവുമായ കാടുകൾക്കും മലനിരകൾക്കും വഴിമാറി. യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ആളുകളുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റമുണ്ടായിരുന്നു. താൻ ഡ്രാക്കുളയുടെ കോട്ടയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാ മുഖത്ത് ഭയവും സഹതാപവും ഇടകലർന്ന ഒരു ഭാവം മിന്നിമറയുന്നത് ജോനാഥൻ ശ്രദ്ധിച്ചു. ചിലർ കുരിശു വരയ്ക്കുകയും മറ്റു ചിലർ ദുഷ്ശക്തികളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാചീനമായ അടയാളങ്ങൾ കാണിക്കുകയും ചെയ്തു. അവരുടെ കണ്ണുകളിലെ ഭീതിയുടെ ആഴം ജോനാഥന് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു അശുഭകരമായ ശക്തി ആ പ്രദേശത്തെ ഭരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. ബിസ്റ്റിറ്റ്സ എന്ന ചെറിയ പട്ടണത്തിലെ ഗോൾഡൻ ക്രൂൺ ഹോട്ടലിൽ എത്തിയപ്പോൾ കൗണ്ട് ഡ്രാക്കുളയിൽ നിന്ന് ഒരു കത്ത് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ കോട്ടയിലേക്ക് സ്വാഗതം. ബോർഗോ ചുരത്തിലേക്ക് നാളെ വൈകുന്നേരം എന്റെ വണ്ടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനെത്തും. അവിടെ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും. കത്തിലെ മഷി ചുവന്നതായിരുന്നു. അക്ഷരങ്ങൾ കൂർത്തതും വിചിത്രവുമായിരുന്നു. ഹോട്ടലിലെ ഉടമസ്ഥയും ഭാര്യയും ജോനാഥന്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പരിഭ്രാന്തരായി. ഇന്ന് സെന്റ് ജോർജ് ദിനത്തിന്റെ തലേന്നാണ്, ആ സ്ത്രീ വിറയലോടെ പറഞ്ഞു. രാത്രി 12 മണിക്ക് ശേഷം ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികളും അഴിഞ്ഞാടുന്ന രാത്രി. ആ സമയത്ത് അങ്ങോട്ട് പോകരുത്. അവരുടെ ഭർത്താവ് അവൾക്കൊരു കുരിശുമാല നൽകി. ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതൂ എന്ന് പറഞ്ഞ് അത് ധരിക്കാൻ നിർബന്ധിച്ചു. ജോനാഥൻ ഒരു ഇംഗ്ലീഷ് ചർച്ചക്കാരനായിരുന്നിട്ടും ആ സ്ത്രീയുടെ കണ്ണുകളിലെ ആത്മാർത്ഥമായ ഭയം കണ്ടപ്പോൾ അത് നിരസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം പറഞ്ഞതുപോലെ ബോർഗോ ചുരത്തിലേക്ക് ഒരു കുതിരവണ്ടി എത്തി. കറുത്ത 4 കുതിരകളെ പൂട്ടിയ ആ വണ്ടിയുടെ ഡ്രൈവർ മുഖം മറച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. ചുറ്റും ഭയാനകമായ നിശബ്ദത തളം കെട്ടി നിന്നു. ദൂരെ എവിടെയോ ചെന്നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. വണ്ടി മലമ്പാതയിലൂടെ മുകളിലേക്ക് കുതിച്ചു പാഞ്ഞു. ഓരോ വളവ് തിരിയുമ്പോഴും താഴെയുള്ള ലോകം കൂടുതൽ ദൂരെയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തണുത്ത കാറ്റ് ശക്തിയായി വീശിയടിച്ചു. ചെന്നായ്ക്കളുടെ ഓരിയിടൽ കൂടുതൽ അടുത്തു വരുന്നതായി ജോനാഥന് തോന്നി. ഒരു നിമിഷം വണ്ടി ചുറ്റും ഒരു കൂട്ടം ചെന്നായ്ക്കൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ കണ്ണുകൾ ഇരുട്ടിൽ തീക്കനലുകൾ പോലെ ജ്വലിച്ചു. ജോനാഥന്റെ ഹൃദയം ഭയം കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വണ്ടിക്കാരൻ ഒരു വിചിത്രമായ ആംഗ്യം കാണിച്ചപ്പോൾ ആ ചെന്നായ്ക്കൾ നിശബ്ദരായി വഴിമാറി. ആ മനുഷ്യന് അവയ്ക്കുമേൽ എന്തോ ഒരു അധികാരമുണ്ടെന്ന് ജോനാഥന് തോന്നി. യാത്രയുടെ അവസാനം കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പുരാതന കോട്ടയുടെ അവശിഷ്ടങ്ങൾ ജോനാഥൻ കണ്ടു. അതായിരുന്നു ഡ്രാക്കുള കോട്ട. കോട്ടയുടെ പ്രധാന വാതിൽ തനിയെ തുറന്നു. അകത്തേക്ക് പ്രവേശിച്ച ജോനാഥനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വലിയൊരു തീ കത്തുന്ന നിരിപ്പോടിനപ്പുറം നീണ്ട ഒരു നിഴൽ ചുവരിൽ ചലിക്കുന്നത് അവൻ കണ്ടു. ആ നിഴൽ അവനെ അടുത്തേക്ക് ക്ഷണിച്ചു. ഇരുട്ടിൽ നിന്ന് പ്രായം ചെന്ന എന്നാൽ ശക്തമായ ശരീരമുള്ള ഒരാൾ മുന്നോട്ട് വന്നു. വിളറിയ മുഖവും ചുവന്ന ചുണ്ടുകളും കൂർത്ത പല്ലുകളുമുള്ള ആ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് ഡ്രാക്കുള. എന്റെ ഭവനത്തിലേക്ക് സ്വാഗതം. കൗണ്ടിന്റെ കൈകൾ മഞ്ഞുകെട്ട പോലെ തണുത്തിരുന്നു. ആ സ്പർശനത്തിൽ ജോനാഥന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അയാളുടെ കൈകളിൽ അസാധാരണമായൊരു ശക്തി ഉണ്ടായിരുന്നു. കൗണ്ട് അവനെ ഭക്ഷണമുറിയിലേക്ക് നയിച്ചു. മേശ നിറയെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിരുന്നു. എന്നാൽ കൗണ്ട് ഒന്നും കഴിച്ചില്ല. ഞാൻ നേരത്തെ അത്താഴം കഴിച്ചു എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറി. രാത്രി ഏറെ വൈകുവോളം അവർ സംസാരിച്ചിരുന്നു. കൗണ്ട് തന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ട്രാൻസിൽവാനിയയുടെ വീരഗാഥകളെക്കുറിച്ചും വാചാലനായി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നൂറ്റാണ്ടുകളുടെ അനുഭവപരിചയം നിഴലിച്ചിരുന്നു. ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നത് പോലെ തോന്നി. എന്നാൽ ആ സംഭാഷണത്തിനിടയിലും ജോനാഥന് തന്റെ ഉള്ളിൽ വളരുന്ന അസ്വസ്ഥതയെ അടക്കി നിർത്താനായില്ല. പുറത്ത് ചന്നായ്ക്കൾ വീണ്ടും ഓരിയിടാൻ തുടങ്ങി. കേൾക്കൂ, കൗണ്ട് ഒരു വിചിത്രമായ ചിരിയോടെ പറഞ്ഞു. രാത്രിയുടെ മക്കളുടെ സംഗീതം, എന്തു മനോഹരമായ ഈണം. ആ വാക്കുകൾ ജോനാഥന്റെ സിരകളിൽ ഒരു തണുത്ത പ്രവാഹം സൃഷ്ടിച്ചു. ഈ കോട്ടയ്ക്കുള്ളിൽ താൻ ഒറ്റയ്ക്കാണെന്നും ഈ നിഗൂഢനായ മനുഷ്യന്റെ ലോകത്ത് താൻ ഒരു അപരിചിതൻ മാത്രമാണെന്നും അവൻ പതിയെ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. കോട്ടയിലെ ആദ്യ ദിവസങ്ങൾ ജോനാഥന് വിചിത്രമായ അനുഭവമായിരുന്നു. കൗണ്ട് ഡ്രാക്കുള അവനോട് വളരെ മര്യാദയോടെ പെരുമാറി കോട്ടയിൽ എവിടെയും സഞ്ചരിക്കാൻ അനുവാദം നൽകി. എന്നാൽ ഒരു മുന്നറിയിപ്പും നൽകി. ഈ കോട്ടയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പലതുണ്ട്. അവ തുറക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുക, എന്നാൽ എന്റെ സ്വകാര്യതയെ മാനിക്കുക. അത് സമ്മതിച്ചു. പകൽ സമയങ്ങളിൽ അവൻ കോട്ടയിലെ പുരാതനമായ ലൈബ്രറിയിൽ സമയം ചെലവഴിച്ചു. ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു അവിടെ.
എന്നാൽ കൗണ്ടിനെ പകൽ വെളിച്ചത്തിൽ ഒരിക്കൽ പോലും അവൻ കണ്ടില്ല. എല്ലാ രാത്രികളിലും അത്താഴത്തിന് ശേഷം അവർ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. ലണ്ടനിലെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ആളുകളുടെ രീതികളെക്കുറിച്ചും കൗണ്ട് ജാഡിനെ ചോദിച്ചറിഞ്ഞു. താൻ ലണ്ടനിലേക്ക് താമസം മാറാൻ പോകുകയാണെന്നും ആൾക്കൂട്ടത്തിനിടയിൽ അജ്ഞാതനായി ജീവിക്കാനാണ് തന്റെ ആഗ്രഹമെന്നും അയാൾ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും കൗണ്ടിന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതകൾ ജൊനാഥൻ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. കൗണ്ടിന് നിഴലില്ലായിരുന്നു. നിലാവിന്റെ വെളിച്ചത്തിലോ മെഴുകുതിരിയുടെ പ്രകാശത്തിലോ ജൊനാഥൻ എത്ര ശ്രമിച്ചിട്ടും കൗണ്ടിന്റെ ഒരു നിഴൽ പോലും ഭിത്തിയിൽ കാണാൻ കഴിഞ്ഞില്ല. കോട്ടയിൽ വേറെ ആരുമുള്ളതായി തോന്നിയില്ല. എപ്പോഴും ഭക്ഷണം കൃത്യസമയത്ത് മേശപ്പുറത്ത് എത്തുമായിരുന്നെങ്കിലും അതാരാണ് കൊണ്ടുവരുന്നതെന്നോ എവിടെയാണ് പാചകം ചെയ്യുന്നതെന്നോ അവൻ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ ജൊനാഥൻ തന്റെ ചെറിയ യാത്രാ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് ഷേവ് ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു തണുത്ത സ്പർശനം തന്റെ പിന്നിൽ അനുഭവപ്പെട്ടു. കൗണ്ട് ഡ്രാക്കുളയായിരുന്നു. ജൊനാഥൻ ഞെട്ടി കണ്ണാടിയിലേക്ക് നോക്കി. തന്റെ പ്രതിബിംബം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന കൗണ്ടിന്റെ രൂപം കണ്ണാടിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഞെട്ടലിൽ അവന്റെ കയ്യിലിരുന്ന ബ്ലേഡ് തട്ടി കവിളിൽ ഒരു ചെറിയ മുറിവുണ്ടായി. ഒരു തുള്ളി രക്തം പുറത്തേക്ക് വന്നു. ആ നിമിഷം കൗണ്ടിന്റെ മുഖഭാവം മാറി. അയാളുടെ നീലക്കണ്ണുകൾ കോപം കൊണ്ട് ചുവന്ന് മുഖം ഒരു ഭീകരജീവിയുടേതുപോലെ ക്രൂരമായി. അയാൾ ഒരു ചന്നായെപ്പോലെ മുരണ്ടുകൊണ്ട് ജൊനാഥന്റെ കഴുത്തിന് നേരെ കൈകൾ നീട്ടി. ഭയന്നുപോയ ജൊനാഥൻ പിന്നോട്ട് മാറിയപ്പോൾ അയാളുടെ കൈ അറിയാതെ കഴുത്തിൽ കിടന്ന കുരിശുമാലയിൽ തട്ടി. ആ സ്പർശനമേറ്റതും കൗണ്ട് വേദനയോടെ അലറിക്കൊണ്ട് പിന്നോട്ട് ചാടി. അയാളുടെ മുഖത്ത് ക്രൗര്യം പെട്ടെന്ന് അപ്രത്യക്ഷമായി. പകരം ശാന്തമായ ഒരു ഭാവം തിരികെ വന്നു. ശ്രദ്ധിക്കണം, അയാൾ പറഞ്ഞു. എന്നിട്ട് ജൊനാഥന്റെ കയ്യിലിരുന്ന കണ്ണാടി പിടിച്ചു വാങ്ങി കോട്ടയുടെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു. ഇത്തരം വ്യർത്ഥമായ സാധനങ്ങൾ അപകടകരമാണ്. കണ്ണാടി താഴെയുള്ള പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറിപ്പോകുന്ന ശബ്ദം ജൊനാഥൻ കേട്ടു. ആ സംഭവത്തോടെ ജൊനാഥന് ഒരു കാര്യം ഉറപ്പായി. താൻ ഒരു അപകടത്തിലാണ്. ഈ കോട്ട ഒരു സൗഹൃദ ഭവനമല്ല, മറിച്ച് ഒരു കെണിയാണ്. അന്നു മുതൽ അവൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി. കൗണ്ടിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് അവൻ കോട്ടയിലെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവയെല്ലാം പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. കോട്ടയുടെ കൂറ്റൻ പ്രധാന വാതിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അത് തുറക്കാൻ അവന് സാധിച്ചില്ല. ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആയിരക്കണക്കിനടി താഴ്ചയിലുള്ള കൊക്കയായിരുന്നു. താൻ യഥാർത്ഥത്തിൽ ഒരു തടവുകാരനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കൗണ്ടിന്റെ സ്നേഹവും മര്യാദയുമെല്ലാം ഒരു നാടകം മാത്രമായിരുന്നു. ഒരു രാത്രി ഉറക്കം വരാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജൊനാഥൻ ആ ഭീകരമായ കാഴ്ച കണ്ടു. കൗണ്ട് ഡ്രാക്കുള തന്റെ മുറിയുടെ ജനലിലൂടെ പുറത്തിറങ്ങി ഒരു പല്ലിയെ പോലെ കോട്ടയുടെ അധ്യസന ഭിത്തിയിലൂടെ തലകീഴായി താഴെ കിഴഞ്ഞുപോയി ഇരുട്ടിൽ അപ്രത്യക്ഷനായി. ആ കാഴ്ച ജൊനാഥന്റെ അവസാനത്തെ പ്രതീക്ഷകളെയും തകർത്തു. തന്റെ ആതിഥേയൻ ഒരു മനുഷ്യനല്ലെന്നും പ്രകൃതിയുടെ നിയമങ്ങൾ ബാധകമല്ലാത്ത എന്തോ ഒരു ഭീകര സത്വമാണെന്നും അവന് പൂർണ്ണമായി ബോധ്യമായി. തന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് മീനയ്ക്കും തന്റെ തൊഴിലാളിക്കും കത്തെഴുതാൻ ജൊനാഥൻ തീരുമാനിച്ചു. എന്നാൽ അവൻ എഴുതിയ കത്തുകൾ പരിശോധിച്ച കൗണ്ട് താൻ തന്നെ അവ പോസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ആ കത്തുകൾ ഒരിക്കലും കോട്ടയ്ക്ക് പുറത്തു പോകില്ലെന്ന് ജൊനാഥൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ ഡയറിയിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഷോർട്ട് ഹാൻഡ് രീതിയിൽ തന്റെ ഭയാനകമായ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കാൻ തുടങ്ങി. ഒരു ദിവസം കൗണ്ട് അവനെ കൊണ്ട് 3 കത്തുകൾ എഴുതിച്ചു. ആദ്യത്തേതിൽ തന്റെ ജോലി ഏകദേശം പൂർത്തിയായെന്നും താൻ ഉടൻ മടങ്ങി വരുമെന്നും എഴുതാൻ പറഞ്ഞു. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഓരോ ആഴ്ചയുടെ ഇടവേളയിൽ തീയതി വെച്ച് താൻ കോട്ടയിൽ നിന്ന് യാത്ര തിരിച്ചുവെന്ന് അറിയിക്കുന്ന കത്തുകളായിരുന്നു. കൗണ്ടിന്റെ പദ്ധതി ജൊനാഥന് മനസ്സിലായി. ഈ കത്തുകൾ ലോകത്തിനു മുന്നിൽ തന്റെ തിരോധാനം സ്വാഭാവികമാക്കും. താൻ ഇവിടെ നിന്ന് സുരക്ഷിതമായി മടങ്ങിയെന്ന് എല്ലാവരും വിശ്വസിച്ചു കഴിയുമ്പോൾ ഈ കോട്ടയുടെ 4 ചുവരുകൾക്കുള്ളിൽ താൻ എന്നേക്കുമായി അപ്രത്യക്ഷനാകും. ഭയവും നിരാശയും അവനെ കീഴ്പ്പെടുത്തി. ഈ ഭീകരജീവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. ജൊനാഥന്റെ നിയമപരമായ ജോലികൾ പൂർത്തിയായിരുന്നു. ഡ്രാക്കുളയുടെ ലണ്ടനിലെ എസ്റ്റേറ്റ് വാങ്ങുന്നതിനുള്ള എല്ലാ രേഖകളും തയ്യാറായിരുന്നു. എന്നാൽ ഓരോ തവണയും യാത്രയെക്കുറിച്ച് പറയുമ്പോൾ കൗണ്ട് ഓരോ പുതിയ കാരണങ്ങൾ പറഞ്ഞ് അവനെ തടഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി അയാൾ പറയും, നമുക്കിനിയും സംസാരിക്കാനുണ്ട്, ലണ്ടനെക്കുറിച്ച് എനിക്കിനിയും അറിയാനുണ്ട്. അതൊരു കെണിയാണെന്ന് ജൊനാഥന് വ്യക്തമായിരുന്നു. താൻ ഒപ്പിട്ടയച്ച ആ കത്തുകൾ പുറം ലോകത്തെ കബളിപ്പിക്കാനുള്ള ഒരു മറ മാത്രമായിരുന്നു. ആ കത്തുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളാകുമ്പോൾ ഈ കോട്ടയുടെ 4 ചുവരുകൾക്കുള്ളിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പോലും അവൻ ഭയന്നു. നിരാശ അവനെ കാർന്നു തിന്നാൻ തുടങ്ങി. ഒരു പകൽ കൗണ്ട് പതിവ് പോലെ അപ്രത്യക്ഷനായപ്പോൾ ജൊനാഥൻ ഒരു തീരുമാനമെടുത്തു. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. കൗണ്ടിന്റെ മുന്നറിയിപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവൻ കോട്ടയുടെ വിലക്കപ്പെട്ട ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ തീരുമാനിച്ചു. കോട്ടയുടെ തെക്കുഭാഗത്തുള്ള ഒരു ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റു വാതിലുകളെ പോലെ അത് ഇരുമ്പഴിയിട്ട് പൂട്ടിയിരുന്നില്ല. ചെറുതായി ഒന്ന് തള്ളിയപ്പോൾ പഴകിയ വിജാഗിരികളുടെ ഞെരുക്കത്തോടെ അത് തുറന്നു. അകത്ത് പൊടി പിടിച്ചു കിടക്കുന്ന മുറികളായിരുന്നു. ഒരു കാലത്ത് പ്രൗഢമായിരുന്നെങ്കിലും ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. നിലാവെളിച്ചം പൊടിപടലങ്ങൾക്കിടയിലൂടെ മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു മുറിയിൽ മനോഹരമായി അലങ്കരിച്ച ഒരു വലിയ സോഫ കണ്ടു. ദിവസങ്ങളായുള്ള ഉറക്കമില്ലായ്മയും മാനസിക സംഘർഷവും അവനെ തളർത്തിയിരുന്നു. അവൻ ആ സോഫയിലൊന്നിരുന്നു. പതിയെ അതിലേക്ക് ചാരി കണ്ണുകളടച്ചു. തണുത്ത കാറ്റിൽ ജനലിലെ കർട്ടനുകൾ ഇളകിയാടി. പെട്ടെന്നാണ് നിലാവിന്റെ ആ വെള്ളി വെളിച്ചത്തിൽ നിന്ന് 3 രൂപങ്ങൾ ഉയർന്നു വന്നത്. അവർ 3 പേരും അതിസുന്ദരികളായ സ്ത്രീകളായിരുന്നു. 2 പേർക്ക് ഇരുണ്ട മുടിയും ഒരാൾക്ക് സ്വർണ്ണമുടിയുമായിരുന്നു. അവരുടെ ചലനങ്ങൾ പൂച്ചയുടേതുപോലെ മന്ദവും വശ്യവുമായിരുന്നു.
എന്നാൽ അവരുടെ കണ്ണുകളിൽ ഒരു വജ്രത്തിന്റെ കാഠിന്യവും ഇരയെ കാത്തിരിക്കുന്ന ക്രൂരതയും ഒഴിഞ്ഞിരുന്നു. ജോനാഥൻ ഭയന്നു വിറച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശരീരം തളർന്നുപോയതുപോലെ തോന്നി. ആ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഒരുതരം ഭീകരമായ ആകർഷണ വലയത്തിൽ അവൻ പെട്ടുപോയി. പോകൂ, അവരിൽ ഒരാൾ മറ്റുള്ളവരോട് മന്ത്രിച്ചു. ആദ്യം എനിക്കാണ് അവസരം. ഞാൻ മുതിർന്നവളാണ്. അല്ല, അവൻ ചെറുപ്പവും കരുത്തനുമാണ്. സ്വർണ്ണമുടിയുള്ളവൾ ചിരിച്ചു. നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. അവരുടെ ചിരി മുറിയിൽ പ്രതിധ്വനിച്ചു. അത് സംഗീതം പോലെയല്ല, മറിച്ച് മരണമണി പോലെയാണ് ജോനാഥന് തോന്നിയത്. സ്വർണ്ണമുടിയുള്ളവൾ അവൻ അടുത്തേക്ക് നീങ്ങി വന്നു. അവളുടെ ചുവന്ന ചുണ്ടുകൾ വിടർന്നു. അതിനിടയിലൂടെ വെളുത്ത കൂർത്ത പല്ലുകൾ പുറത്തു കണ്ടു. അവൾ അവന്റെ കഴുത്തിനടുത്തേക്ക് മുഖം താഴ്ത്തി. അവളുടെ ചൂടുള്ള നിശ്വാസം അവന്റെ തൊലിയിൽ തട്ടി. ജോനാഥന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഭയത്തിന്റെയും ഒരുതരം വിചിത്രമായ ലഹരിയുടെയും ഇടയിലുള്ള ഒരു മരവിപ്പിലായിരുന്നു അവൻ. മരണം മുന്നിൽ കണ്ട നിമിഷം പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റുപോലെ കൗണ്ട് ഡ്രാക്കുള മുറിയിലേക്ക് പാഞ്ഞെത്തി. അയാളുടെ മുഖം കോപം കൊണ്ട് വിറച്ചു. കണ്ണുകൾ തീക്കട്ടകൾ പോലെ ജ്വലിച്ചു. നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? അയാൾ അലറി. ഇവനെ തൊടാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ഇവൻ എനിക്കുള്ളതാണ്. അയാൾ ആ സ്ത്രീയെ ശക്തിയോടെ പിടിച്ചു മാറ്റി. അവർ മൂന്നുപേരും ഭയന്ന് അയാളുടെ കാൽക്കൽ വീണു. ക്ഷമിക്കണം യജമാനനെ, ഞങ്ങൾക്ക് വിശക്കുന്നു. ഒരുപാട് കാലമായി. ഡ്രാക്കുളയുടെ കോപം അല്പം ശമിച്ചു. അയാൾ അവരെ പുച്ഛത്തോടെ നോക്കി. ക്ഷമയോടെ ഇരിക്കൂ, എനിക്ക് ശേഷം നിങ്ങൾക്കും അവസരം ലഭിക്കും. എന്നിട്ട് തന്റെ നീണ്ട മേലങ്കിക്കുള്ളിൽ നിന്ന് ഒരു വലിയ സഞ്ചി എടുത്ത് അവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സഞ്ചിയിൽ നിന്നൊരു കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ കേട്ടു. ജോനാഥന്റെ ഹൃദയം നിലച്ചുപോയി. ആ സ്ത്രീകൾ ആർത്തിയോടെ ആ സഞ്ചിക്ക് നേരെ പാഞ്ഞെടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ പെട്ടെന്നൊരു ഞെരുക്കത്തിലും പിന്നെ ഭയാനകമായ ശബ്ദങ്ങളിലും മുങ്ങിപ്പോയി. ആ കാഴ്ചയുടെ ഭീകരത താങ്ങാനാവാതെ ജോനാഥൻ ബോധരഹിതനായി നിലത്തു വീണു. അവന് ബോധം വരുമ്പോൾ തന്റെ സ്വന്തം മുറിയിലെ കിടക്കയിലായിരുന്നു. അതൊരു ദുഃസ്വപ്നമായിരുന്നു അതോ യാഥാർത്ഥ്യമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ ആ സ്ത്രീകളുടെ മുഖവും ഡ്രാക്കുളയുടെ ക്രോധവും ആ സഞ്ചിക്കുള്ളിൽ നിന്നുള്ള പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിലും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. താൻ ഇടപെടുന്നത് വെറുമൊരു രക്താധാകിയായ ഭീകരനുമായിട്ടല്ല, മറിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ തന്റെ പൈശാചിക വധുക്കൾ കിറിഞ്ഞുകൊടുക്കുന്ന ഒരു ചെകുത്താനോടാണെന്ന് അവൻ ഉറപ്പിച്ചു. ഇനിയും കാത്തിരിക്കുന്നത് ആത്മഹത്യയാണ്. രക്ഷപ്പെടണം, എന്തു വില കൊടുത്തും. അപ്പോഴാണ് അവന്റെ ഓർമ്മയിൽ ആ കാഴ്ച വന്നത്. കൗണ്ട് ഭിത്തിയിലൂടെ താഴേക്ക് ഇഴഞ്ഞു പോകുന്നത്. അതൊരു ഭ്രാന്തൻ ചിന്തയായിരുന്നു. ആയിരക്കണക്കിനടി താഴ്ചയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ ഇറങ്ങാനാകും? എന്നാൽ ഈ കോട്ടയിൽ അടച്ചിടപ്പെട്ട് ഒരു നാൾ ആ ഭീകരന്റെയോ അല്ലെങ്കിൽ അവന്റെ വധുക്കളുടെയോ ഇരയായി തീരുന്നതിനേക്കാൾ ഭേദമാണ് ആ ശ്രമം. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ കൂർത്ത പാറക്കെട്ടുകൾ മരണത്തെ ക്ഷണിക്കുന്നത് പോലെ നിന്നു. എങ്കിലും അവൻ തീരുമാനിച്ചു, കൗണ്ടിനെ പോലെ താനും ആ ഭിത്തിയിലൂടെ താഴെ ഇറങ്ങും. മീനയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവൾക്ക് വേണ്ടി, ജീവനു വേണ്ടി, ആ അസാധ്യമായ ദൗത്യത്തിന് അവൻ സ്വയം തയ്യാറെടുത്തു. ജോനാഥൻ ഹാർക്കർ ട്രാൻസിൽവേനിയയിലെ ഭീകരതയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ വിറ്റ്ബി എന്ന തീരദേശ പട്ടണത്തിൽ അവന്റെ പ്രിയപ്പെട്ടവൾ മീന മറേ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ദിനങ്ങൾ എണ്ണുകയായിരുന്നു. അവൾ തന്റെ പ്രിയ സുഹൃത്ത് ലൂസി വെസ്റ്റന്റെ കൂടെ ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. ലൂസി സുന്ദരിയും ജീവനിരാടസ്ഥനുമായൊരു യുവതിയായിരുന്നു. ഒരേ സമയം 3 പുരുഷന്മാരാണ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. ഡോക്ടർ ജോൺ സ്യൂവാർഡ്, ക്വിൻസി മോറിസ് എന്ന അമേരിക്കക്കാരൻ, പിന്നെ ആർത്തർ ഹോംവുഡ് എന്ന പ്രഭു. അവസാനം അവൾ ആർത്തറിന്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ചു. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിരുന്നു മീന വിറ്റ്ബിയിലെത്തിയത്. മീനയ്ക്ക് ജോനാഥനിൽ നിന്ന് കത്തുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കത്തുകളിൽ അവന്റെ യാത്രയുടെയും കൗണ്ടിന്റെ ആതിഥ്യത്തിന്റെയും വർണ്ണനകളായിരുന്നു. എന്നാൽ പിന്നീട് വന്ന കത്തുകൾ വളരെ ചെറുതും അതിലൊരുതരം അകൽച്ചയും നിൽക്കപ്പെട്ടു. എന്തോ കുഴപ്പമുണ്ടെന്ന് മീനയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ജോനാഥന്റെ സുരക്ഷയെക്കുറിച്ചോർത്ത് അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ തന്റെ സുഹൃത്തിന്റെ സന്തോഷം കെടുത്താതിരിക്കാൻ അവൾ ആ വിഷമങ്ങൾ പുറത്തു കാണിച്ചില്ല. അവർ ഒരുമിച്ച് കടൽ തീരത്തു കൂടി നടന്നു. പഴയ പള്ളിയുടെ മുറ്റത്തിരുന്ന് സംസാരിച്ചു. തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു. അതിനിടയിലാണ് ലൂസിയുടെ സ്വഭാവത്തിൽ ചില വിചിത്രമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലം തുടങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ ലൂസി തന്റെ മുറിയിൽ നിന്നിറങ്ങി കടൽ തീരത്തേക്കോ കുന്നിൻ മുകളിലുള്ള പഴയ പള്ളിയുടെ സെമിത്തേരിയിലേക്കോ നടന്നു പോകുമായിരുന്നു. മീന പലപ്പോഴും അവളെ പിന്തുടർന്ന് തിരികെ കൊണ്ടുവന്നു. ലൂസിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കൂടുതൽ ക്ഷീണിതയും വിളറിയും കാണപ്പെട്ടു. ഒരു രാത്രി വിറ്റ്ബി തീരത്ത് ശക്തമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ആകാശത്തിടിമിന്നലുകൾ ഒരു ഭീകര നൃത്തം ചവിട്ടി. ആ കൊടുങ്കാറ്റിനിടയിലൂടെ ഡിമീറ്റർ എന്നു പേരുള്ള ഒരു റഷ്യൻ കപ്പൽ നിയന്ത്രണം വിട്ട് കരയിലേക്ക് പാഞ്ഞു കയറി. കപ്പലിൽ ജീവനോടെ ആരുമുണ്ടായിരുന്നില്ല. കപ്പിത്താന്റെ മൃതദേഹം കപ്പലിന്റെ ചുക്കാനിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു കുരിശുമാല മുറുകെ പിടിച്ചിരുന്നു. കപ്പലിന്റെ ലോഗ് ബുക്കിൽ വിചിത്രവും ഭയാനകവുമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. യാത്രക്കിടയിൽ ഓരോ നാവികരായി അപ്രത്യക്ഷനാവുകയായിരുന്നു. കപ്പിത്താൻ അവസാനമായി എഴുതിയത് കപ്പലിൽ തങ്ങളെ വേട്ടയാടുന്ന ഒരു അജ്ഞാതനായ മെലിഞ്ഞ മനുഷ്യനെ കുറിച്ചായിരുന്നു. കപ്പൽ കരകടുത്തപ്പോൾ ഒരു വലിയ കറുത്ത നായയുടെ രൂപത്തിൽ എന്തോ ഒന്ന് കപ്പലിൽ നിന്ന് ചാടി കുന്നിൻ മുകളിലുള്ള പള്ളിപ്പറമ്പിലേക്ക് ഓടിമറഞ്ഞത് ചിലർ കണ്ടു.
കപ്പലിൽ ചരക്കായി ഉണ്ടായിരുന്നത് ട്രാൻസിൽവേനിയയിൽ നിന്നുള്ള മണ്ണു നിറച്ച വലിയ പെട്ടികളായിരുന്നു. ആ സംഭവത്തിന് ശേഷം ലൂസിയുടെ അവസ്ഥ കൂടുതൽ വഷളായി. അവളുടെ ഉറക്കത്തിൽ നടക്കുന്നത് പതിവായി. ഒരു രാത്രി മീന ഉറക്കമുണർന്നപ്പോൾ ലൂസിയെ മുറിയിൽ കണ്ടില്ല. പരിഭ്രാന്തയായ മീന അവളെ തേടി പുറത്തിറങ്ങി. നിലാവെളിച്ചത്തിൽ പഴയ പള്ളിപ്പറമ്പിലെ ഒരു ബെഞ്ചിൽ ലൂസി ഇരിക്കുന്നത് അവൾ കണ്ടു. ലൂസിയുടെ പിന്നിൽ ഒരു കറുത്ത രൂപം കുനിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മീന ഭയത്തോടെ അങ്ങോട്ട് ഓടിച്ചെന്നു. അവൾ അടുത്തേക്ക് ചെല്ലുന്തോറും ആ കറുത്ത രൂപം ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നു. ലൂസി തണുത്തുറഞ്ഞ നിലയിലായിരുന്നു. അവളുടെ കഴുത്തിൽ 2 ചെറിയ ചുവന്ന മാടുകളുണ്ടായിരുന്നു. ഒരു സൂചി കൊണ്ട് കുത്തിയതുപോലെ. മീന ലൂസിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ ലൂസിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ അവൾക്ക് അതിയായ ക്ഷീണം തോന്നി. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. കഴുത്തിലെ പാടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉറക്കത്തിൽ തന്റെ സേഫ്റ്റി പിൻ കൊണ്ടതാകുമെന്നാണ് ലൂസി പറഞ്ഞത്. എന്നാൽ മീനയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ആ രാത്രി കണ്ട കറുത്ത രൂപവും കരക്കടഞ്ഞ നിഗൂഢമായ കപ്പലും ലൂസിയുടെ കഴുത്തിലെ മുറിവുകളും അവളുടെ വിചിത്രമായ അസുഖവും തമ്മിൽ എന്തോ ഒരു അദൃശ്യമായ ബന്ധമുണ്ടെന്ന് മീനയുടെ ഉള്ളിൽ ഒരു ഭയം മുളപൊട്ടി. ലൂസിയുടെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് രക്തക്കുറവ് അനുഭവപ്പെട്ടു. ഡോക്ടർമാർക്ക് അവളുടെ അസുഖം എന്താണെന്ന് കണ്ടെത്താനായില്ല. അവൾ രാത്രിയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് നെട്ടിയുണർന്നു. ഇരുട്ടിനെ അവൾ ഭയപ്പെട്ടു തുടങ്ങി. ചിലപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ പറയുമായിരുന്നു, അവൻ വരുന്നുണ്ട്, അവൻ എന്നെ വിളിക്കുന്നു. ആരാണെന്ന് ചോദിച്ചാൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. ആർത്തർ ഹോംവുഡ് വിവരമറിഞ്ഞ് ഉടൻ അവിടെ എത്തി. തന്റെ പ്രിയപ്പെട്ടവളുടെ അവസ്ഥ കണ്ട് അവൻ തകർന്നുപോയി. അവളുടെ ജീവൻ മെഴുകുതിരി നാളം പോലെ എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാമെന്ന് അവർ ഭയന്നു. മീന തന്റെ സ്വന്തം ദുഃഖങ്ങൾ മറന്ന് ലൂസിയെ ശുശ്രൂഷിച്ചു. എന്നാൽ തന്റെ സുഹൃത്ത് തന്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ട്രാൻസിൽവാനിയയിലെ ഇരുണ്ട കോട്ടയിൽ നിന്ന് പുറപ്പെട്ട ആ തിന്മ ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ തീരത്ത് തന്റെ ആദ്യത്തെ ഇരയെ കണ്ടെത്തിയിരുന്നു. ലൂസി വെസ്റ്റന്റെയുടെ അജ്ഞാത രോഗം ഡോക്ടർമാരെ കുഴപ്പിച്ചു. അവളുടെ പ്രതിശ്രുതപരനായ ആർത്തർ ഹോംവുഡിന്റെ കുടുംബ ഡോക്ടർമാർ പലരും അവളെ പരിശോധിച്ചു. പക്ഷേ ആർക്കും രോഗനിർണയം നടത്താനായില്ല. അവളുടെ ശരീരത്തിൽ നിന്ന് ജീവന്റെ അവസാന കണികയും ഊർന്നു പോകുന്നത് പോലെ തോന്നി. ഈ സാഹചര്യത്തിലാണ് അവരുടെ ചികിത്സാ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ജോൺ സ്റ്റുവാർട്ട് തന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു രോഗിയെക്കുറിച്ച് ഓർക്കുന്നത്. ആ രോഗിയുടെ പേര് RM റെൻഫീൽഡ് എന്നായിരുന്നു. സ്റ്റുവാർഡിന് ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ടായിരുന്നു. റെൻഫീൽഡ് അവിടുത്തെ ഒരു പ്രത്യേകതരം രോഗിയായിരുന്നു. റെൻഫീൽഡിന് സൂഫാഗസ് എന്നൊരു വിചിത്രമായ മനോരോഗമായിരുന്നു. അയാൾ പ്രാണികളെയും ചിലന്തികളെയും പക്ഷികളെയും തിന്നുമായിരുന്നു. ജീവനുള്ളവയെ ഭക്ഷിക്കുന്നതിലൂടെ അവയുടെ ജീവശക്തി തനിക്ക് ലഭിക്കുമെന്നായിരുന്നു അയാളുടെ വിശ്വാസം. അയാൾ ഈച്ചകളെ പിടിച്ച് തിന്നും. എന്നിട്ട് ആ ഈച്ചകളെ തിന്നാൻ ചിലന്തികളെ വളർത്തും. പിന്നെ ആ ചിലന്തികളെ ഭക്ഷിക്കാൻ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തും. അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ പക്ഷികളെ കൊടുക്കാതിരുന്നാൽ അയാൾ പൂച്ചകളെയും എലികളെയും പിടിച്ച് തിന്നാൻ ശ്രമിക്കും. ജീവനാണ് എനിക്ക് വേണ്ടത്, കൂടുതൽ ജീവൻ എന്നായിരുന്നു അയാൾ എപ്പോഴും ഡോക്ടർ സ്റ്റുവാർഡിനോട് പറഞ്ഞിരുന്നത്. ഡോക്ടർ സ്റ്റുവാർഡ് അയാളുടെ പെരുമാറ്റങ്ങൾ ഒരു ഡയറിയിൽ വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ലൂസിയുടെ അസുഖം മൂർച്ഛിച്ച അതേ സമയത്താണ് റെൻഫീൽഡിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഡെമേറ്റർ എന്ന കപ്പൽ വിഡ്ബി തീരത്ത് അടിഞ്ഞ രാത്രി റെൻഫീൽഡ് തന്റെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് നോക്കി ആർത്തു വിളിച്ചു, യജമാനൻ വരുന്നു, യജമാനൻ വരുന്നു എന്ന്. ഡോക്ടർ സ്റ്റുവാർഡിനും മറ്റ് ജീവനക്കാർക്കും അത് അയാളുടെ ഭ്രാന്തിന്റെ ഭാഗമെന്നേ തോന്നിയുള്ളൂ. എന്നാൽ അതിനുശേഷം റെൻഫീൽഡ് കൂടുതൽ അക്രമാസക്തനായി. പലതവണ അവൻ തന്റെ സെല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു തവണ അവൻ അടുത്തുള്ള ഒരു പഴയ പള്ളിയുടെ വാതിലിൽ പോയി മുട്ടി വിളിച്ചുകൊണ്ട് നിന്നു. ആ പള്ളി ഡ്രാക്കുള ലണ്ടനിൽ വാങ്ങിയ കാർഫാക്സ് എസ്റ്റേറ്റിനോട് ചേർന്നിരുന്നു. റെൻഫീൽഡിന്റെ ഭ്രാന്ത് ഒരു പ്രത്യേക താളമുള്ളതായി സ്റ്റുവാർഡിന് തോന്നി തുടങ്ങി. ചില ദിവസങ്ങളിൽ അവൻ ശാന്തനായിരിക്കും. ആ ദിവസങ്ങളിൽ അവൻ തന്റെ വളർത്തുമൃഗങ്ങളെ എല്ലാം തുറന്നുവിടും. എനിക്കിനി ആത്മാക്കളെ വേണ്ട എന്ന് പറഞ്ഞ് മുറിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ അവൻ അങ്ങേയറ്റം അക്രമാസക്തനാകും. ആ ദിവസങ്ങളിൽ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആരെയോ പ്രതീക്ഷിച്ചിരിക്കും. ലൂസിയുടെ അവസ്ഥ മോശമാകുമ്പോഴെല്ലാം റെൻഫീൽഡ് അസ്വസ്ഥനാകുന്നതും അവളുടെ നില മെച്ചപ്പെടുമ്പോൾ അവൻ ശാന്തനാകുന്നതും സ്റ്റുവാർഡ് ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാനാവാത്ത ഈ തോന്നലിനെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരു രാത്രി റെൻഫീൽഡ് തന്റെ സെല്ലിന്റെ ജനൽ ചില്ലുകൾ തകർത്ത് അതിലൂടെ രക്ഷപ്പെട്ടു. ജീവനക്കാർ അവനെ തിരിഞ്ഞു പിടിച്ചത് കാർഫാക്സ് എസ്റ്റേറ്റിന്റെ കൂറ്റൻ മതിലിനരികിൽ നിന്നാണ്. അവൻ മതിലിൽ ചെവി ചേർത്ത് എന്തോ കേൾക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. പിടികൂടിയപ്പോൾ അവൻ പറഞ്ഞു, യജമാനൻ എനിക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു. എണ്ണമറ്റ ജീവനുകൾ, എലികൾ, പൂച്ചകൾ എല്ലാം എനിക്ക് തരും. അവന്റെ സംസാരത്തിൽ നിന്ന് അവൻ ആരാധിക്കുന്ന ഒരു യജമാനനുണ്ടെന്നും ആ യജമാനൻ ഇപ്പോൾ കാർഫാക്സിലെ ആ പഴയ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നും സ്റ്റുവാർഡിന് സൂചന ലഭിച്ചു. ആ വീട് അടുത്തിടെയാണ് ട്രാൻസിൽവാനിയയിൽ നിന്നുള്ള ഒരു പ്രഭു വാങ്ങിയതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ലൂസിയുടെ രോഗത്തെക്കുറിച്ചോർത്തുള്ള നിരാശയും റെൻഫീൽഡിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും സ്റ്റുവാർഡിന്റെ ആശയക്കുഴപ്പത്തിലാക്കി. ലൂസിയെ സ്നേഹിച്ചിരുന്ന ഒരാൾ എന്ന നിലയിലും ഡോക്ടർ എന്ന നിലയിലും അവളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അയാൾക്ക് കടുത്ത കുറ്റബോധം തോന്നി. അയാൾക്ക് ഉറപ്പായിരുന്നു ലൂസിയുടെ രോഗം സാധാരണ വൈദ്യശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ഒന്നാണ്. ഒരുപക്ഷെ അത് ശരീരത്തെക്കാളുപരി ആത്മാവിനെ ബാധിക്കുന്ന എന്തോ ഒന്നായിരിക്കാം. ഈ ചിന്തയാണ് അദ്ദേഹത്തെ തന്റെ പഴയ അധ്യാപകനും സുഹൃത്തുമായ പ്രൊഫസർ എബ്രഹാം വാൻ ഹെൽസിംഗിനെ കുറിച്ച് ഓമ്പിപ്പിച്ചത്. വാൻ ഹെൽസിംഗ് ആംസ്റ്റർഡാമിലെ ഒരു പ്രശസ്തനായ ഡോക്ടറും തത്വചിന്തകനുമായിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളയാൾ.
എന്നാൽ അതിലുപരി സാധാരണ ലോകം അംഗീകരിക്കാത്ത നിഗൂഢവും അമാനുഷികവുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരാണ്. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ള ഒരു മനുഷ്യൻ. ലൂസിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാനും ഒരുപക്ഷെ അവളെ രക്ഷിക്കാനും വാൻ ഹെൽസിംഗിന് കഴിഞ്ഞേക്കുമെന്ന് സ്യൂവാർഡ് വിശ്വസിച്ചു. തന്റെ പ്രൊഫഷണൽ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് താൻ നേരിടുന്നതെന്നും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ വാൻ ഹെൽസിംഗിന്റെ സഹായം കൂടിയേ തീരൂ എന്നും ഉറപ്പിച്ചുകൊണ്ട് ഡോക്ടർ സ്യൂവാർഡ് ആംസ്റ്റർഡാമിലേക്ക് ഒരു ടെലിഗ്രാം അയച്ചു. എന്റെ സഹായം വേണം. വിചിത്രവും ഭയാനകവുമായ ഒരു രോഗം. എത്രയും പെട്ടെന്ന് വരിക. ഡോക്ടർ സ്യൂവാർഡിന്റെ അടിയന്തര സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പ്രൊഫസർ എബ്രഹാം വാൻ ഹെൽസിംഗ് ആംസ്റ്റർഡാമിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. വാൻ ഹെൽസിംഗ് ഒരു സാധാരണ ഡോക്ടർ ആയിരുന്നില്ല. വൈദ്യശാസ്ത്രത്തിലെ അഗാധമായ അറിവിനൊപ്പം തത്വചിന്ത, നിയമം, ചരിത്രം കൂടാതെ അമാനുഷിക ശക്തികളെയും നാടോടി കഥകളിലെ പുരാതന വിശ്വാസങ്ങളെയും കുറിച്ച് അസാധാരണമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. തുറന്ന മനസ്സോടെ എന്തിനേയും സമീപിക്കുന്നതാ, എന്നാൽ അതേസമയം ശാസ്ത്രീയമായ സൂക്ഷ്മത കൈവിടാത്ത ഒരു അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം. സ്യൂവാർഡ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അവൻ ഇത്രയും നിസ്സഹായനായി സഹായം അഭ്യർത്ഥിക്കണമെങ്കിൽ കാര്യം വളരെ ഗൗരവമുള്ളതാണെന്ന് വാൻ ഹെൽസിംഗിന് അറിയാമായിരുന്നു. ലണ്ടനിലെത്തിയ വാൻ ഹെൽസിംഗ് നേരെ പോയത് ലൂസിയെ കാണാനാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. വിളറി വെളുത്ത മുഖവും തളർന്ന ശരീരവും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാറ്റിലും ഉപരി അവളുടെ കണ്ണുകളിലെ ഭയവും കണ്ടപ്പോൾ വാൻ ഹെൽസിംഗിന്റെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം അവളെ വിശദമായി പരിശോധിച്ചു. അവളുടെ കഴുത്തിലെ 2 ചെറിയ മുറിപ്പാടുകൾ അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. അതിന്റെ അരികുകൾ ചെറുതായി ഉണങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ അത് സാധാരണ മുറിവല്ലെന്ന് അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അദ്ദേഹം ലൂസിയോട് അവളുടെ ആരോഗ്യത്തെക്കുറിച്ചും രാത്രിയിലെ അസ്വസ്ഥതകളെക്കുറിച്ചും മൃദുവായി ചോദിച്ചു. അവൾക്കൊന്നും വ്യക്തമായി ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രാത്രിയിൽ ഒരു വലിയ കറുത്ത ചിറകടിയൊച്ച കേൾക്കുന്നതായും 2 ചുവന്ന കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നതായും അവൾ അവ്യക്തമായി പറഞ്ഞു. പരിശോധനകൾക്ക് ശേഷം വാൻ ഹെൽസിംഗ് ഡോക്ടർ സ്യൂവാർഡിനെയും ആർത്തർ ഹോംവുഡിനെയും മാറ്റി നിർത്തി സംസാരിച്ചു. ഇതൊരു സാധാരണ രോഗമല്ല, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം അസാധാരണമായ അളവിൽ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ രക്തം എവിടേക്ക് പോകുന്നു എന്നതിന് തെളിവില്ല. ബാഹ്യമായ രക്തസ്രാവമില്ല. മറ്റുള്ളവർക്ക് അത് വിചിത്രമായി തോന്നിയെങ്കിലും വാൻ ഹെൽസിംഗിന്റെ മനസ്സിൽ ഒരു ഭയാനകമായ സംശയം രൂപം കൊണ്ടു തുടങ്ങിയിരുന്നു. യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങളിലെ പഴയ പുരാവൃത്തങ്ങളിലും നാടോടി കഥകളിലും മാത്രം കേട്ടിട്ടുള്ള ഒരു ഭീകര സത്വത്തിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. നോസ്ഫെറാത്തു അഥവാ മരിക്കാത്തവൻ, രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു യക്ഷി. എന്നാൽ തന്റെ ഈ ഭ്രാന്തൻ സിദ്ധാന്തം ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വിഡ്ഢിപ്പമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സ്യൂവാർഡിനോ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുന്ന ആർത്തറിനോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തന്റെ ചിന്തകൾ മറച്ചുവെച്ചു. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നു മാത്രം: അവൾക്ക് നഷ്ടപ്പെട്ട രക്തം തിരികെ നൽകുക. അവളുടെ ജീവൻ നിലനിർത്താൻ അത് അത്യാവശ്യമാണ്. ആദ്യം രക്തം നൽകാൻ മുന്നോട്ട് വന്നത് ആർത്തർ ഹോംവുഡ് ആയിരുന്നു. വാൻ ഹെൽസിംഗിന്റെ മേൽനോട്ടത്തിൽ ആർത്തറിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ലൂസിയുടെ ശിരകളിലേക്ക് പ്രവഹിച്ചു. രക്തം സ്വീകരിച്ചതോടെ ലൂസിയുടെ മുഖത്ത് ജീവന്റെ തുടിപ്പുകൾ തിരിച്ചു വന്നു. അവളുടെ കവിളുകളിൽ നേരിയ ചുവപ്പ് രാശി പടർന്നു. ആശ്വാസത്തോടെ എല്ലാവരും നെടുമ്പീർപ്പിട്ടു. എന്നാൽ വാൻ ഹെൽസിംഗിന്റെ മുഖത്ത് ആശ്വാസമല്ല, മറിച്ച് ആശങ്കയാണ് നിഴലിച്ചത്. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാത്രി നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം. വാൻ ഹെൽസിംഗ് മുറിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്തുള്ളി പൂക്കളുടെ ഒരു വലിയ കെട്ട് പുറത്തെടുത്തു. എന്നിട്ട് ആ പൂക്കൾ കൊണ്ട് ഒരു മാലയുണ്ടാക്കി ലൂസിയുടെ കഴുത്തിൽ അണിഞ്ഞു. മുറിയിലെ ജനലുകളിലും വാതിലുകളിലും അദ്ദേഹം വെളുത്തുള്ളി ചതച്ചു തേച്ചു. വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധം മുറിയിൽ നിറഞ്ഞു. സ്യൂവാർഡിനും ആർത്തറിനും ഇതരതരം പ്രാകൃതമായ ചികിത്സയായിട്ടാണ് തോന്നിയത്. പ്രൊഫസർ, ഇതെന്തിനാണ്? സ്യൂവാർഡ് സംശയത്തോടെ ചോദിച്ചു. ചില പഴയ വിശ്വാസങ്ങൾക്ക് ചിലപ്പോൾ ആധുനിക ശാസ്ത്രത്തെക്കാൾ ശക്തി ഉണ്ടാകും ജോൺ, വാൻ ഹെൽസിംഗ് ഗൗരവത്തോടെ മറുപടി നൽകി. ചില തിന്മകളെ അകറ്റി നിർത്താൻ അവയ്ക്ക് കഴിയും. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ വാക്ക് വിശ്വസിക്കൂ. ഇന്ന് രാത്രി ഈ മുറിയുടെ ജനലുകളോ വാതിലുകളോ ഒരു കാരണവശാലും തുറക്കരുത്. അവളുടെ കഴുത്തിലെ ഈ മാല മാറ്റുകയും അരുത്. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അസാധാരണമായ ഒരു ദൃഢതയുണ്ടായിരുന്നു. അന്ന് രാത്രി ലൂസിയുടെ അമ്മ മിസ്സിസ് വെസ്റ്റൻഡ മകളുടെ മുറിയിൽ അവൾക്ക് കൂട്ടിരുന്നു. അവർക്ക് വെളുത്തുള്ളിയുടെ ഗന്ധം അസഹനീയമായി തോന്നി. മുറിയിൽ കാറ്റ് കയറുന്നില്ലെന്ന് പറഞ്ഞ് അവർ ജനൽ തുറന്നിട്ടു. ലൂസിയുടെ കഴുത്തിൽ കിടന്ന വെളുത്തുള്ളിമാല അവളുടെ ശ്വാസമുട്ടലിന് കാരണമാകുമെന്ന് കരുതി അതും എടുത്തുമാറ്റി. തന്റെ മകൾക്ക് നന്മ വരാൻ വേണ്ടി ആ അമ്മ ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ അവൾക്ക് നേരെ മരണത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. വാൻ ഹെൽസിംഗ് ഭയപ്പെട്ട ആ തിന്മ ആ രാത്രി വീണ്ടും ലൂസിയുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ലൂസിയുടെ അമ്മയറിയാതെ ചെയ്ത ആ പ്രവൃത്തിയുടെ അനന്തരഫലം ഭയാനകമായിരുന്നു. ജനൽ തുറന്നതും മുറിയിലെ വെളുത്തുള്ളിയുടെ സംരക്ഷണ വലയം ഭേദിക്കപ്പെട്ടു. ആ രാത്രി ഉറങ്ങിക്കിടന്ന ലൂസിയുടെയും അവരുടെ അമ്മയുടെയും മുറിയിലേക്ക് ഒരു വലിയ ചെന്നായ ജനൽ ചില്ലുകൾ തകർത്ത് ചാടി വീണു. ഹൃദ്രോഗിയായിരുന്ന മിസ്സിസ് വെസ്റ്റൻഡ ആ ഞെട്ടലിൽ തത്സമയം മരിച്ചു.
ചെന്നായിയുടെ വരവൊരു മറമാത്രമായിരുന്നു. യഥാർത്ഥ ഭീഷണി അതിന്റെ പിന്നാലെ ഒരു നേർത്ത മൂടൽമഞ്ഞ് പോലെ മുറിയിലേക്ക് അരിച്ചു കയറി. ലൂസി ഭയന്ന് വിറച്ച് കട്ടിലിന്റെ ഉരറ്റ് തുതുങ്ങിക്കൂടി. അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ ജ്വലിക്കുന്ന 2 ചുവന്ന നക്ഷത്രങ്ങളെ കണ്ടു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ സ്യൂവാർഡ് എത്തിയപ്പോൾ കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചയാണ്. മിസ്സിസ് വെസ്റ്റൻഡേയുടെ മൃതദേഹം തറയിൽ കിടക്കുന്നു. ലൂസി അർദ്ധബോധാവസ്ഥയിൽ മരണത്തോടടുത്ത അവസ്ഥയിലായിരുന്നു. അവരുടെ കഴുത്തിലെ മുറിപ്പാടുകൾ കൂടുതൽ വലുതും ആഴത്തിലുള്ളതുമായി കാണപ്പെട്ടു. മുറിയിലെ വെളുത്തുള്ളിപ്പൂക്കൾ വാടിക്കരിഞ്ഞിരുന്നു. വാൻ ഹെൽസിംഗിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ സ്യൂവാർഡ് തകർന്നുപോയി. അയാൾ ഉടൻ തന്നെ വാൻ ഹെൽസിംഗിന് വീണ്ടും സന്ദേശം അയച്ചു. പ്രൊഫസർ തിരിച്ചെത്തിയപ്പോൾ ലൂസി മരണത്തിന്റെ വക്കിലായിരുന്നു. അവളെ രക്ഷിക്കാൻ ഇനിയൊരു രക്തദാനം കൂടി കൂടിയേ തീരുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത്തവണ രക്തം നൽകാൻ തയ്യാറായത് ഡോക്ടർ സ്യൂവാർഡ് ആയിരുന്നു. എന്റെ രക്തം കൊണ്ട് അവളെ രക്ഷിക്കാമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്നയാൾ പറഞ്ഞു. രക്തം നൽകിയതിനു ശേഷം ലൂസിയുടെ അവസ്ഥയിൽ നേരിയ പുരോഗതി ഉണ്ടായി. എന്നാൽ അവളുടെ ശരീരത്തിലെ ജീവശക്തിയെ ഊറ്റിയെടുക്കുന്ന ആ അദൃശ്യശക്തിയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. വാൻ ഹെൽസിംഗ് നിസ്സഹായനായിരുന്നില്ല. അയാൾക്കറിയാമായിരുന്നു താൻ എന്തിനോടാണ് പോരാടുന്നതെന്ന്. നമ്മുടെ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ശക്തികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഒരു രോഗത്തോടല്ല, ഒരു ഭീകര സത്വത്തോടാണ്. അദ്ദേഹം വീണ്ടും മുറിയിൽ വെളുത്തുള്ളി നിറച്ചു. ഇത്തവണ അദ്ദേഹം ലൂസിക്ക് ഒരു സ്വർണ്ണ കുരിശുരൂപം നൽകി. അതെപ്പോഴും കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ലൂസി ഒരു ഊഞ്ഞാലിൽ എന്ന പോലെ ജീവനും മരണത്തിനുമിടയിൽ ആടിക്കൊണ്ടിരുന്നു. അവളുടെ ശരീരത്തിൽ രക്തം കുറയുമ്പോൾ വാൻ ഹെൽസിംഗും സംഘവും വീണ്ടും രക്തം നൽകും. സ്യൂവാർഡിന് ശേഷം ലൂസിയുടെ മറ്റൊരു ആരാധകനായ ക്വിൻസി മോറിസും രക്തം നൽകി. അവസാനം വാൻ ഹെൽസിംഗ് തന്റെ സ്വന്തം രക്തവും അവൾക്ക് നൽകി. അങ്ങനെ 4 പുരുഷന്മാരുടെ രക്തമാണ് അവളുടെ ചിരകളിലൂടെ ഒഴുകിയത്. അവളിപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവളാണ് എന്ന് ആർത്തർ വേദനയോടെ പറഞ്ഞു. എന്നാൽ ഓരോ തവണ രക്തം നൽകുമ്പോഴും അന്ന് രാത്രി തന്നെ ആ ജീവന്റെ കണികകൾ വീണ്ടും ചോർന്നു പോകും. ഒരു രാത്രി ലൂസി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് വിചിത്രമായി സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദം മാറിയിരുന്നു. അത് കൂടുതൽ ആഴമുള്ളതും വശീകരിക്കുന്നതുമായി തോന്നി. അവൾ ആർത്തറിനെ അടുത്തേക്ക് വിളിച്ചു. ആർത്തർ, എന്റെ അടുത്തേക്ക് വരൂ, എന്നെ ചുംബിക്കൂ. അവളുടെ കണ്ണുകളിൽ സ്നേഹമായിരുന്നില്ല, മറിച്ച് ഒരുതരം പൈശാചികമായ ആസക്തിയായിരുന്നു. ആർത്തർ സ്നേഹത്തോടെ അവളെ ചുംബിക്കാൻ അടുത്തേക്ക് നീങ്ങിയതും വാൻ ഹെൽസിംഗ് അവനെ ശക്തിയായി പിടിച്ചുമാറ്റി. അരുത്, അവളുടെ കണ്ണുകളിലേക്ക് നോക്കൂ, അദ്ദേഹം അലറി. ആ നിമിഷം ലൂസിയുടെ മനോഹരമായ മുഖം ഒരു ഭീകര രൂപമായി മാറി. അവളുടെ പല്ലുകൾ കൂർത്തു, കണ്ണുകൾ വെറുപ്പോടെ ജ്വലിച്ചു. അവൾ വാൻ ഹെൽസിംഗിന് നേരെ ഒരു ചെന്നായയെ പോലെ ചീറി. വാൻ ഹെൽസിംഗ് തന്റെ കയ്യിലിരുന്ന കുരിശുരൂപം അവളുടെ നെറ്റിയിൽ വെച്ചു. ഒരു പഴുത്ത ഇരുമ്പ് തൊട്ടതുപോലെ അവൾ വേദന കൊണ്ട് പുളഞ്ഞു. അവളുടെ നെറ്റിയിൽ കുരിശിന്റെ രൂപത്തിൽ ഒരു പൊള്ളലേറ്റ പാടുണ്ടായി. ആ ഭീകരമായ ഭാവം മാറി അവൾ വീണ്ടും ക്ഷീണിതയായ നിസ്സഹായയായ ലൂസിയായി മാറി. എന്നെ രക്ഷിക്കൂ, എന്നെ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കൂ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ സംഭവത്തോടെ ആർത്തറിനും സ്യൂവാർഡിനും കാര്യങ്ങളുടെ ഗൗരവം പൂർണ്ണമായി ബോധ്യമായി. വാൻ ഹെൽസിംഗ് പറയുന്നത് ഭ്രാന്തൻ സിദ്ധാന്തങ്ങളല്ല, മറിച്ച് തങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഭീകരമായ യാഥാർത്ഥ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ലൂസിയെ ബാധിച്ചിരിക്കുന്നത് ഒരു ആത്മാവാണ്, ഒരു രക്തദാഹിയായ യക്ഷിയുടെ ആത്മാവ്. ആ യക്ഷി അവളെ പൂർണ്ണമായി കീഴടക്കാൻ ശ്രമിക്കുകയാണ്. വാൻ ഹെൽസിംഗ് തന്റെ പോക്കറ്റിൽ നിന്ന് വെളുത്തുള്ളിപ്പൂക്കൾ പുറത്തെടുത്തു. അവ വാടി തുടങ്ങിയിരുന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ കൊണ്ടുവന്ന പൂക്കളാണ്. ഇതിന്റെ ജീവൻ അത് വലിച്ചെടുത്തു. അതുപോലെയാണ് ലൂസിയുടെ ജീവനും അത് ഊട്ടി കുടിക്കുന്നത്. അദ്ദേഹം മുറി മുഴുവൻ വീണ്ടും വെളുത്തുള്ളി കൊണ്ട് നിറച്ചു. ലൂസിയുടെ കഴുത്തിൽ മറ്റൊരു മാലയിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് പരാജയത്തിന്റെ നിഴൽ വീണിരുന്നു. തങ്ങൾ വൈകിപ്പോയോ എന്ന് അദ്ദേഹം ഭയന്നു. ആ തിന്മയുടെ വേരുകൾ ലൂസിയുടെ ആത്മാവിൽ വളരെ ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു. ഇനി പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ. എല്ലാ ശ്രമങ്ങളും വിഫലമായി. ലൂസി വെസ്റ്റൻഡേയുടെ ശരീരത്തിലെ അവസാനത്തെ ജീവകണികയും വാർന്നുപോയി. അവളുടെ ശ്വാസം നേർത്തു, ഹൃദയമിടിപ്പില്ലാതായി. സുന്ദരമായ ആ മുഖം വിളറി വെളുത്ത് ഒരു മാർബിൾ പ്രതിമ പോലെ നിശ്ചലമായി. ഡോക്ടർ സ്യൂവാർഡ് അവളുടെ നാടിമിടിപ്പ് പരിശോധിച്ച് നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. ആർത്തർ ഹോംവുഡ് തന്റെ പ്രിയപ്പെട്ടവളുടെ ചേതനയേറ്റ കയ്യിൽ പിടിച്ച് നിശബ്ദനായി കരഞ്ഞു. അവരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചിരുന്നു. ക്വിൻസി മോറിസ് ദുഃഖമടക്കാനാവാതെ മുറിയുടെ ഒരു കോണിൽ തളർന്നിരുന്നു. എന്നാൽ വാൻ ഹെൽസിംഗിന്റെ മുഖത്ത് ദുഃഖത്തോടൊപ്പം ഒരുതരം ദൃഢനിശ്ചയവും നിഴലിച്ചിരുന്നു. ലൂസിയുടെ മൃതദേഹത്തിനരികിൽ ചെന്ന് അദ്ദേഹം അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. ഇതൊരു അവസാനമല്ല എന്ന് അദ്ദേഹം ശാന്തമായെന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. അവർക്ക് അതൊരു ആശ്വാസ വചനമായിട്ടാണ് തോന്നിയത്. എന്നാൽ വാൻ ഹെൽസിംഗ് അർത്ഥമാക്കിയത് അതായിരുന്നില്ല. ലൂസിയുടെ ശരീരം മരിച്ചുവെങ്കിലും അവളെ അടിമയാക്കിയ ആ തിന്മ ഇപ്പോഴും സജീവമാണെന്നും യഥാർത്ഥ ഭീകരത ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. അവളുടെ ശവസംസ്കാരത്തിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വാൻ ഹെൽസിംഗ് ലൂസിയുടെ മൃതദേഹത്തിന്റെ തല അറുക്കണമെന്നും ഹൃദയത്തിൽ ഒരു മരക്കുറ്റി തറക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ആർത്തർ ഞെട്ടിപ്പോയി. അയാൾ വാൻ ഹെൽസിംഗിന് നേരെ കോപത്തോടെ തിരിഞ്ഞു. നിങ്ങൾക്ക് ഭ്രാന്താണോ? എന്റെ ലൂസിയുടെ മൃതദേഹത്തോട് ഈ ക്രൂരത കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആർത്തറിന്റെ ദുഃഖവും കോപവും സ്വാഭാവികമാണെന്ന് വാൻ ഹെൽസിംഗിന് അറിയാമായിരുന്നു.
ഈ പ്രാകൃതമായ അനുഷ്ഠാനങ്ങളുടെ ആവശ്യകത അവനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്ഷമിക്കൂ ആർത്തർ, ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമുക്കതിന് കഴിയുമായിരിക്കില്ല, പക്ഷേ താമസിയാതെ ഇതിന്റെ ആവശ്യം നിനക്ക് ബോധ്യമാകും. ലൂസിയുടെ ശവസംസ്കാരം വളരെ ലളിതമായി നടന്നു. അവളെ അവളുടെ കുടുംബ കല്ലറയിൽ അടക്കം ചെയ്തു. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു മാലാഖയെ പോലെ അവൾ ശവപ്പെട്ടിയിൽ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ആർത്തറിന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. എന്നാൽ ശവപ്പെട്ടി അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് വാൻ ഹെൽസിംഗ് ഒരു സ്വർണ്ണ കുരിശുരൂപം അവളുടെ വായിൽ വെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ലൂസിയുടെ മരണം എല്ലാവരിലും ഒരു ശൂന്യത സൃഷ്ടിച്ചു. എന്നാൽ ലണ്ടനിലെ പത്രങ്ങളിൽ ചില വിചിത്രമായ വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഹാംസ്റ്റഡ് ഹീത്ത് എന്ന സ്ഥലത്ത് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുന്ന കുട്ടികളെ ഒരു ബ്ലൂഫർ ലേഡി അഥവാ ബ്യൂട്ടിഫുൾ ലേഡി എന്നതിന്റെ കുട്ടികൾ പറയുന്ന രൂപം ആക്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സുന്ദരിയായ സ്ത്രീ കുട്ടികളെ അടുത്തേക്ക് മാടി വിളിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും അതിനുശേഷം അവരുടെ കഴുത്തിൽ ചെറിയ മുറിപ്പാടുകൾ കാണപ്പെടുകയും ചെയ്യും. കുട്ടികൾ വിളറിയും ക്ഷീണിതരുമായി കാണപ്പെട്ടു. ഈ വാർത്തകൾ വായിച്ച വാൻ ഹെൽസിംഗിന്റെ മനസ്സിൽ ഭയത്തിന്റെ മണി മുഴങ്ങി. താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ലൂസി യക്ഷിയായി പുനർജനിച്ചിരിക്കുന്നു. അവളിപ്പോൾ ഡ്രാക്കുളയുടെ അടിമയാണ്. രാത്രികാലങ്ങളിൽ തന്റെ കല്ലറയിൽ നിന്നെഴുന്നേറ്റ് ഇരകളെ, പ്രത്യേകിച്ച് നിഷ്കളങ്കരായ കുട്ടികളെ തേടിയിറങ്ങുന്നു. അവളിപ്പോൾ ഒരു ഇരയല്ല, വേട്ടക്കാരിയാണ്. വാൻ ഹെൽസിംഗ് ഈ വാർത്തകൾ ഡോക്ടർ സ്യൂവാർഡിനെ കാണിച്ചു. ജോൺ, ഇത് നോക്കൂ, നമ്മൾ പരാജയപ്പെട്ടു. ലൂസി ഇപ്പോൾ ഒരു നോസ്ഫെറാത്തുവാണ്. അവളുടെ ആത്മാവ് നരകയാതന അനുഭവിക്കുകയാണ്. അവളുടെ ശരീരം ഒരു ചെകുത്താന്റെ കളിപ്പാട്ടമായി മാറിയിരിക്കുന്നു. നമ്മൾ അവളെ രക്ഷിക്കണം. സ്യൂവാർഡിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലൂസി, തങ്ങളുടെ പ്രിയപ്പെട്ട ലൂസി കുട്ടികളെ ആക്രമിക്കുന്ന ഒരു ഭീകരജീവിയായി മാറിയെന്നോ? അത് അസംഭവ്യമാണ്. പ്രൊഫസർ, ഇത് യാദൃച്ഛികമാകാം, മറ്റാരെങ്കിലും ആകാം, അയാൾ പറഞ്ഞു. അല്ല ജോൺ, വാൻ ഹെൽസിംഗ് ഉറപ്പിച്ചു പറഞ്ഞു. നമുക്കിത് തെളിയിക്കണം. ഇന്ന് രാത്രി നമ്മൾ ലൂസിയുടെ കല്ലറയ്ക്ക് കാവലിരിക്കാൻ പോവുകയാണ്. നീ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് ആ സത്യം കാണണം. ആ രാത്രി നിലാവില്ലാത്ത ഒരു ഇരുണ്ട രാത്രിയിൽ വാൻ ഹെൽസിംഗും സ്യൂവാർഡും ലൂസിയുടെ കല്ലറയ്ക്ക് സമീപത്ത് ഒളിച്ചിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ കല്ലറയുടെ കനത്ത വാതിൽ ഒരു ഞരക്കത്തോടെ തുറന്നു. അതിനുള്ളിൽ നിന്ന് വെളുത്ത ശവക്കച്ചയണഞ്ഞ ഒരു രൂപം പുറത്തേക്ക് ഒഴുകി വരുന്നത് പോലെ വന്നു. അത് ലൂസിയായിരുന്നു. എന്നാൽ അവളുടെ മുഖം അവർ സ്നേഹിച്ച ലൂസിയുടേതായിരുന്നില്ല. അവളുടെ കണ്ണുകൾ പൈശാചികമായി ജ്വലിച്ചു. ചുണ്ടുകൾ രക്തം പുരണ്ടതുപോലെ ചുവന്നു. അവളുടെ ചലനങ്ങൾ മൃഗതുല്യമായിരുന്നു. അവൾ കയ്യിൽ പിടിച്ചിരുന്ന ഒരു ചെറിയ കുട്ടിയെ നിലത്തേക്കിട്ടുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു. വരൂ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ തണുത്ത ആലിംഗനത്തിലേക്ക് വരൂ. ആ കാഴ്ച കണ്ട് സ്യൂവാർഡ് ഭയന്ന് വിറച്ചുപോയി. തന്റെ കൺമുൻപിൽ നിൽക്കുന്നത് ലൂസിയല്ല, അവളുടെ രൂപമുള്ള ഒരു ചെകുത്താനാണെന്ന് അവൾക്ക് ബോധ്യമായി. ആ നിമിഷം ആ ഭീകര രൂപത്തിൽ നിന്ന് ലൂസിയുടെ ആത്മാവിനെ മോചിപ്പിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഡോക്ടർ സ്യൂവാർഡ് തന്റെ കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ധരിച്ചു നിന്നു. താൻ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന മാലാഖയെ പോലെ സുന്ദരിയായ ലൂസി ഇപ്പോൾ രക്തദാഹിയായ ഒരു യക്ഷിയായി മാറിയിരിക്കുന്നു. അവളുടെ വശീകരിക്കുന്ന ക്ഷണം കേട്ട് ഒരു നിമിഷം അയാൾ മരവിച്ചു പോയെങ്കിലും വാൻ ഹെൽസിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണക്കുരിശ് അവർക്കിടയിൽ ഒരു മറ പോലെ പിടിച്ചു. കുരിശ് കണ്ടതും ലൂസിയുടെ രൂപം ഭീകരമായി മാറി. അവൾ വെറുപ്പോടെയും വേദനയോടെയും അലറിക്കൊണ്ട് തന്റെ കല്ലറയ്ക്കുള്ളിലേക്ക് പിൻവാങ്ങി. കല്ലറയുടെ കനത്ത വാതിൽ അവർക്ക് മുന്നിലാണ്. ഉപേക്ഷിക്കപ്പെട്ട കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ നിനക്ക് ബോധ്യമായോ ജോൺ? വാൻ ഹെൽസിംഗ് ശാന്തമായി ചോദിച്ചു. സ്യൂവാർഡ് മറുപടി പറയാനാവാതെ തലയാട്ടി. തന്റെ ശാസ്ത്രീയമായ അറിവുകളുടെ എല്ലാം അപ്പുറത്തുള്ള ഒരു ലോകത്തിന്റെ ഭീകരമായ വാതിലാണ് തനിക്ക് മുന്നിൽ തുറന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ലൂസിയുടെ ശരീരത്തെ മാത്രമല്ല, അവളുടെ ആത്മാവിനെയും ആ ഭീകരസത്വം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അവളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം. അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ അവളുടെ ശരീരം നശിപ്പിച്ചേ മതിയാവും. നാളെ നമ്മൾ വീണ്ടും വരും. ആർത്തറും ക്വിൻസിയും നമ്മുടെ കൂടെ ഉണ്ടാകണം. ആർത്തറിനാണ് അതിന് ഏറ്റവും കൂടുതൽ അവകാശം. അന്ന് പകൽ 4 പേരും ചേർന്ന് ലൂസിയുടെ കല്ലറയ്ക്കുള്ളിൽ പോയി. കല്ലറയുടെ വാതിൽ തുറന്ന് അവർ അകത്ത് കടന്നു. ലൂസിയുടെ ശവപ്പെട്ടി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ശൂന്യമായിരുന്നു. യക്ഷി പകൽ സമയങ്ങളിൽ തന്റെ ശവപ്പെട്ടിയിൽ വിശ്രമിക്കണമെന്നാണ് നിയമം. ഇത് വാൻ ഹെൽസിംഗിനെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ പിന്നീട് അവർ ശ്രദ്ധിച്ചു, കല്ലറയുടെ ഒരു മൂലയിൽ ലൂസിയുടെ ശരീരം കിടക്കുന്നുണ്ടായിരുന്നു, ശവപ്പെട്ടിയിലല്ല. അവൾ ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോൾ ശവപ്പെട്ടിയിൽ കയറാൻ കഴിയാത്ത വിധം തളർന്നു പോയിരിക്കാമെന്ന് വാൻ ഹെൽസിംഗ് അനുമാനിച്ചു. ശവപ്പെട്ടിയിൽ കിടക്കുന്ന ലൂസിയുടെ രൂപം കണ്ടപ്പോൾ ആർത്തറിന്റെ ഹൃദയം തകർന്നു. അവൾ മരിച്ച ദിവസത്തേക്കാൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. അവളുടെ കവിളുകളിൽ രക്തത്തിന്റെ നേരിയ ചുവപ്പുണ്ടായിരുന്നു. ചുണ്ടുകൾ കൂടുതൽ ചുവന്നിരുന്നു. അവൾ സമാധാനമായി ഉറങ്ങുന്നത് പോലെ തോന്നി. ഇവളെയാണോ നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നത് എന്ന് ആർത്തർ വിറയലോടെ ചോദിച്ചു. ഇവളല്ല ആർത്തർ. ഇതിനുള്ളിലെ ചെകുത്താനാണ് നമ്മുടെ ശത്രു. ഈ കർമ്മം കഴിയുമ്പോൾ അവളുടെ യഥാർത്ഥ മുഖം, നമ്മൾ സ്നേഹിച്ച ലൂസിയുടെ ശാന്തമായ മുഖം അവൾക്ക് തിരികെ ലഭിക്കും. അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്രയാകും. ഇത് ചെയ്യുന്നത് നീ ആയിരിക്കണം. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിനക്കാണ് അതിനുള്ള അവകാശം. വാൻ ഹെൽസിംഗ് ഒരു സാവസ്ത്രീയൻ മരക്കുറ്റിയും ഒരു വലിയ ചുറ്റികയും ആർത്തറിന്റെ കയ്യിൽ കൊടുത്തു. ആർത്തർ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി. ക്വിൻസിയും സ്യൂവാർഡും ദുഃഖമടക്കാനാവാതെ മുഖം തിരിച്ചു. വാൻ ഹെൽസിംഗ് പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ആർത്തർ ലൂസിയുടെ നെഞ്ചിനു മുകളിലായി മരക്കുറ്റിയുടെ കൂർത്ത അറ്റം വെച്ചു. അവൻ കണ്ണുകളടച്ചു. തന്റെ പ്രിയപ്പെട്ടവളുടെ മുഖം അവസാനമായി മനസ്സിൽ കണ്ടു. എന്നിട്ട് തന്റെ തമാം ശക്തിയും എടുത്ത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. ഒരു ഭീകരമായ അലർച്ചയോടെ ലൂസിയുടെ ശരീരം കിടന്നു പുളഞ്ഞു.
അവളുടെ കണ്ണുകൾ തുറിച്ചു. വായിൽ നിന്ന് നുരയും പതയും വന്നു. അതൊരു മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല, നരകത്തിൽ നിന്ന് വരുന്ന ഒരു പൈശാചികമായ നിലവിളിയായിരുന്നു. ആർത്തർ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. മരക്കുറ്റി അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ശരീരം കിടന്ന് പിടഞ്ഞു, പിന്നെ പതിയെ നിശ്ചലമായി. ആ ഭീകരമായ നിലവിളി അവസാനിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ലൂസിയുടെ മുഖത്തെ പൈശാചികമായ ഭാവം മാറി. ക്രൂരതയും വെറുപ്പും നിറഞ്ഞ ആ മുഖം അപ്രത്യക്ഷമായി. പകരം ശാന്തവും പരിശുദ്ധവുമായ ഒരു ഭാവം തെളിഞ്ഞു. അവൾ സമാധാനമായി ഉറങ്ങുന്നത് പോലെ. അവളുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. ആർത്തർ തന്റെ കാൽക്കൽ തളർന്നു വീണ് കരഞ്ഞു. താൻ ചെയ്തത് ഒരു ക്രൂരകൃത്യമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിന്നീട് വാൻ ഹെൽസിംഗ് ലൂസിയുടെ തല അറുത്തുപാറ്റി വായിൽ വെളുത്തുള്ളി നിറച്ചു. ആ ഭീകരമായ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവർ ആ കല്ലറ എന്നേക്കുമായി അടച്ചു. ലൂസിയുടെ ആത്മാവിന് ശാന്തി നൽകിയെങ്കിലും അവരുടെ യുദ്ധം അവസാനിച്ചിരുന്നില്ല. ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന് വാൻ ഹെൽസിംഗിന് അറിയാമായിരുന്നു. ലൂസിയെ ഈ ഗതിയിലാക്കിയ ആ യഥാർത്ഥ തിന്മ, ആ ഭീകര സത്വം ഇപ്പോഴും ലണ്ടനിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. അവനെ കണ്ടെത്തി നശിപ്പിക്കാതെ ഈ ലോകത്തിന് രക്ഷയില്ല. ബ്ലൂഫർ ലേഡിയുടെ കഥ അവസാനിച്ചു. എന്നാൽ ഡ്രാക്കുള എന്ന യഥാർത്ഥ ചെകുത്താനുമായുള്ള പോരാട്ടം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നു. ലൂസിയുടെ ആത്മാവിന് മോക്ഷം നൽകിയ ശേഷം വാൻ ഹെൽസിംഗ്, ഡോക്ടർ സ്യൂവാർഡ്, ആർത്തർ ഹോംവുഡ്, ക്വിൻസി മോറിസ് എന്നിവർ ഒരുമിച്ചിരുന്നു. അവരുടെ ദുഃഖം അടങ്ങിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിനൊപ്പം ഒരു ലക്ഷ്യബോധം കൂടി കൈവന്നിരുന്നു. ലൂസിയെ ഈ ദുർഗതിയിലേക്ക് തള്ളിവിട്ട ആ അദൃശ്യനായ ശത്രുവിനെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ലക്ഷ്യം. വാൻ ഹെൽസിംഗ് തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരുമായി പങ്കുവച്ചു. നമ്മൾ പോരാടുന്നത് വെറുമൊരു മനുഷ്യനോടല്ല, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. അവൻ നോസ്ഫെറാത്തു ആണ്, മരിക്കാത്തവൻ, നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന, രക്തം കുടിച്ചു നിലനിൽക്കുന്ന ഒരു യക്ഷി. അവന് കൊടുങ്കാറ്റിനെയും മൂടൽമഞ്ഞിനെയും ചെന്നായ്ക്കളെയും നിയന്ത്രിക്കാൻ കഴിയും. അവന് ഒരു പല്ലിയെപ്പോലെ ചുമരുകളിലൂടെ ഇഴയാനും ഒരു വവ്വാലായോ പൊടിപടലമായോ മാറാനും സാധിക്കും. പകൽ സമയങ്ങളിൽ അവൻ ശവപ്പെട്ടിയിൽ നിസ്സഹായനായി കിടക്കും. എന്നാൽ രാത്രിയാകുന്നതോടെ അവന്റെ ശക്തി 10 മടങ്ങാകും. സാധാരണ ആയുധങ്ങൾ അവനെ ഏൽക്കില്ല. വെള്ളി, വെളുത്തുള്ളി, കുരിശുരൂപം തുടങ്ങിയ വിശുദ്ധ വസ്തുക്കൾക്ക് മാത്രമേ അവനെ അകറ്റി നിർത്താൻ കഴിയുകയുള്ളൂ. അവനെ എന്നേക്കുമായി നശിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: അവന്റെ ഹൃദയത്തിൽ ഒരു മരക്കുറ്റി തറയ്ക്കുകയും തലയറുക്കുകയും ചെയ്യുക എന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ ഞെട്ടി. അവിശ്വസനീയമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലൂസിയുടെ കാര്യത്തിൽ തങ്ങൾ നേരിട്ട് അനുഭവിച്ച ഭീകരതകൾക്ക് ശേഷം അവർക്ക് അദ്ദേഹത്തെ അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരാണവൻ? എവിടെയാണവൻ? ആർത്തർ കോപത്തോടെ ചോദിച്ചു. അവനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്, വാൻ ഹെൽസിംഗ് പറഞ്ഞു. വിഡ്ബിയിൽ കരക്കടിഞ്ഞ ഡിമീറ്റർ എന്ന കപ്പൽ, അതിലെ ചരക്ക്, ട്രാൻസിൽവേനിയയിൽ നിന്നുള്ള മണ്ണ് നിറച്ച പെട്ടികൾ, ഡോക്ടർ സ്യൂവാർഡിന്റെ രോഗി റെൻഫീൽഡിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങൾ, അവൻ ആരാധിക്കുന്ന യജമാനൻ, ലണ്ടനിലെ കാർഫാക്സ് എസ്റ്റേറ്റ് വാങ്ങിയ ആ നിഗൂഢനായ പ്രഭു, ഇതെല്ലാം ഒരാളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോഴാണ് ആ സംഭാഷണത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി 2 പേർ കടന്നു വന്നത്. മീന മറയും ജോനതൻ ഹാർക്കറുമായിരുന്നു അവർ. ഡ്രാക്കുളയുടെ കോട്ടയിൽ നിന്ന് ഭ്രാന്തമായ ഒരു ശ്രമത്തിലൂടെ രക്ഷപ്പെട്ട ജോനതൻ ക്ഷീണിതനും മാനസികമായി തകർന്ന നിലയിലുമായിരുന്നു. കോട്ടയുടെ ഭിത്തിയിലൂടെ താഴെ ഇറങ്ങിയവൻ ഒരു പുഴയിൽ പതിക്കുകയും അവിടെ നിന്ന് ഒരു കന്യാസ്ത്രീ മഠത്തിലെത്തുകയുമായിരുന്നു. അവിടെ വെച്ച് അവന് കടുത്ത മസ്തിഷ്ക ജ്വരം പിടിപെട്ടു. തന്റെ അവസ്ഥ മോശമാകുന്നതിന് മുൻപ് അവൻ മീനയ്ക്ക് ഒരു കത്തെഴുതി താൻ ബുഡാപെസ്റ്റിലെ ഒരു ആശുപത്രിയിലുണ്ടെന്നും എത്രയും പെട്ടെന്ന് വരണമെന്നും അറിയിച്ചു. കത്ത് കിട്ടിയ ഉടൻ മീന അങ്ങോട്ട് യാത്ര തിരിച്ചു. ആശുപത്രിയിൽ വെച്ച് മീന കണ്ടത് തന്റെ പ്രിയപ്പെട്ടവന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അവന്റെ മുടി നരച്ചിരുന്നു. മുഖത്ത് ഭയത്തിന്റെയും വേദനയുടെയും ചുളിവുകൾ വീണിരുന്നു. അവൻ തന്റെ ട്രാൻസിൽവേനിയൻ അനുഭവങ്ങളെക്കുറിച്ച് ഭീതിയോടെ സംസാരിച്ചു. മീന അവനെ ആശ്വസിപ്പിച്ചു. അവരുടെ വിവാഹം ആ ആശുപത്രിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു. ആ ദുരിതങ്ങൾക്കിടയിലും അവരുടെ സ്നേഹം അവൾക്ക് കരുത്തേകി. ജോനഥൻ തന്റെ ഡയറി കുറിപ്പുകൾ അടങ്ങിയ ഒരു പാക്കറ്റ് മീനയെ ഏൽപ്പിച്ചു. ഇത് വായിക്കരുത് മീന, ഇതൊരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളാണ്. എന്റെ ജീവന് ആപത്തുണ്ടാകുകയാണെങ്കിൽ മാത്രം എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇത് തുറന്നാൽ മതി. അവർ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ലൂസിയുടെ മരണവാർത്ത അറിയുന്നത്. ആർത്തറിന് ആശ്വാസമേകാനാണ് അവർ അവിടെ എത്തിയത്. അങ്ങനെയാണ് അവർ വാൻ ഹെൽസിംഗിന്റെ സംഘത്തെ കണ്ടുമുട്ടുന്നത്. മീന ലൂസിയുടെ ഉറ്റ സുഹൃത്തെന്ന നിലയിൽ തന്റെ കൈവശമുണ്ടായിരുന്ന ലൂസിയുടെ ഡയറികളും കത്തുകളും വാൻ ഹെൽസിംഗിന് കൈമാറി. വാൻ ഹെൽസിംഗ് അത് വായിച്ചപ്പോൾ സംഭവങ്ങളുടെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടുതൽ വ്യക്തമായി. ലൂസിയുടെ കഴുത്തിലെ മുറിപ്പാടുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വിഡ്ബിയിൽ വെച്ചാണെന്നും അത് ഡിമീറ്റർ കപ്പൽ കരക്കടിഞ്ഞ രാത്രിയിലാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. തന്റെ ഭർത്താവിന്റെ ഭ്രാന്തൻ ചിന്തകളെന്ന് കരുതിയ കാര്യങ്ങളും തന്റെ സുഹൃത്തിന്റെ ദുരന്തവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മീനയ്ക്ക് തോന്നി. അവൾ ജൊനാഥന്റെ അനുവാദത്തോടെ അവന്റെ ഡയറി വായിക്കാൻ വാൻ ഹെൽസിംഗിനോട് ആവശ്യപ്പെട്ടു.
വാൻ ഹെൽസിംഗ് ആ ഷോർട്ട് ഹാൻഡ് ഡയറി വായിച്ചതോടെ എല്ലാ സംശയങ്ങളും നീങ്ങി. ശത്രുവിന്റെ പേര് വ്യക്തമായി: കൗണ്ട് ഡ്രാക്കുള. ജൊനാഥൻ ഹാർക്കർ താൻ കോട്ടയിൽ വെച്ച് കണ്ടുമുട്ടിയ ആ നിഗൂഢനായ പ്രഭുവാണ് ലൂസിയുടെ മരണത്തിന് കാരണക്കാരനെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. താൻ രക്ഷപ്പെട്ടുവെന്ന് കരുതിയ ആ ഭീകരസത്വം തന്നെ പിന്തുടർന്ന് ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്നു. താൻ ഒപ്പിട്ടുകൊടുത്ത രേഖകളാണ് അവനെ ലണ്ടനിൽ എത്താൻ സഹായകമായതെന്ന കുറ്റബോധം അവനെ വേട്ടയാടി. എന്നാൽ ആ കുറ്റബോധം അവനൊരു പുതിയ ധൈര്യം നൽകി. ആ ചെകുത്താനെ നശിപ്പിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ആ 7 പേർ, വാൻ ഹെൽസിംഗ് എന്ന ജ്ഞാനിയായ നേതാവ്, ജൊനാഥൻ എന്ന അനുഭവസ്ഥൻ, മീന എന്ന ബുദ്ധിമതി, സ്യൂവാർഡ് എന്ന ശാസ്ത്രജ്ഞൻ, ആർത്തർ എന്ന ദുഃഖിതനായ കാമുകൻ, ക്വിൻസി എന്ന ധീരനായ സാഹസികൻ, പിന്നെ ജൊനാഥന്റെ നിയമസ്ഥാപനത്തിലെ തലവൻ മിസ്റ്റർ ഹോക്കിൻസ്, അദ്ദേഹവും പിന്നീട് സഹായത്തിനെത്തി. ഒരുമിച്ചു അവർ സ്വയം പ്രകാശത്തിന്റെ സംഘമെന്ന് വിളിച്ചു. ഇരുട്ടിന്റെ രാജാവായ ഡ്രാക്കുളയെ വേട്ടയാടി നശിപ്പിക്കാൻ അവർ ഒരുങ്ങി. അവരുടെ കൈകളിൽ ആധുനിക ആയുധങ്ങളായിരുന്നില്ല, മറിച്ച് പുരാതനമായ അറിവുകളും കുരിശുരൂപങ്ങളും വെളുത്തുള്ളിയും പിന്നെ തിന്മയെ പരാജയപ്പെടുത്താനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിരുന്നു. ലൂസിയുടെ ആത്മാവിന് ശാന്തി നൽകിയതോടെ വാൻ ഹെൽസിംഗും സംഘവും അവരുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു: കൗണ്ട് ഡ്രാക്കുളയെ കണ്ടെത്തി നശിപ്പിക്കുക. ജൊനാഥന്റെ ഡയറിയിൽ നിന്നും വിഡ്ബിയിൽ കരക്കടിഞ്ഞ ഡിമീറ്റർ കപ്പലിന്റെ രേഖകളിൽ നിന്നും അവർക്കൊരു നിർണായക വിവരം ലഭിച്ചു. ഡ്രാക്കുളർ ട്രാൻസിൽവേനിയയിൽ നിന്ന് 50 വലിയ മരപ്പെട്ടികളുമായാണ് ലണ്ടനിലേക്ക് വന്നത്. ആ പെട്ടികളിൽ നിറയെ അവന്റെ ജന്മനാട്ടിലെ വിശുദ്ധമായ മണ്ണായിരുന്നു. ഒരു യക്ഷിക്ക് പകൽ സമയങ്ങളിൽ വിശ്രമിക്കാൻ തന്റെ ജന്മനാട്ടിലെ മണ്ണ് ആവശ്യമാണ്. ആ മണ്ണില്ലെങ്കിൽ അവന്റെ ശക്തി ക്ഷയിക്കും. ലണ്ടനിൽ തന്റെ സാമ്രാജ്യം സ്ഥാപിക്കാനായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഈ പെട്ടികൾ ഒളിപ്പിക്കാനാണ് ഡ്രാക്കുള പദ്ധതിയിട്ടിരിക്കുന്നത്. അവന്റെ പദ്ധതി വ്യക്തമാണ്, വാൻ ഹെൽസിംഗ് പറഞ്ഞു. ഈ മഹാനഗരത്തിലെ ജനലക്ഷങ്ങൾക്കിടയിൽ അവന്റെ പുതിയ ഇരകളെ കണ്ടെത്താൻ എളുപ്പമാണ്. ഓരോ പെട്ടിയും അവനൊരു സുരക്ഷിത താവളമാണ്, ഒരു കോട്ടയാണ്. നമ്മൾ ആ പെട്ടികൾ ഓരോന്നായി കണ്ടെത്തണം, എന്നിട്ട് അവയെ വിശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ അഭയം നഷ്ടപ്പെടും. സ്വന്തം നാട്ടിലെ മണ്ണിൽ വിശ്രമിക്കാൻ കഴിയാതെ വന്നാൽ അവൻ ദുർബലനാകും. അപ്പോൾ നമുക്ക് അവനെ നേരിടാം. അവരുടെ അന്വേഷണം ആരംഭിച്ചത് കാർഫാക്സ് എസ്റ്റേറ്റിൽ നിന്നാണ്. ഡ്രാക്കുള ലണ്ടനിൽ വാങ്ങിയ ആദ്യത്തെ വീടായിരുന്നു അത്. ഡോക്ടർ സുവാർഡിന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് തൊട്ടടുത്ത്. ആർത്തർ ഹോംവുഡിന്റെ പദവിയും പണവും ഉപയോഗിച്ച് അവർക്ക് ആ വീട്ടിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചു. അതൊരു പുരാതനവും ജീർണിച്ചതുമായ ഒരു കെട്ടിടമായിരുന്നു. പൊടിയും ചിലന്തിവലകളും നിറഞ്ഞ് ഒരു ദുർഗന്ധം തളം കെട്ടി നിന്നിരുന്നു. അവർ വീടിനോട് ചേർന്നുള്ള പഴയ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അവിടെ ഇരുണ്ട ഒരു മുറിയിൽ അവർ ആ കാഴ്ച കണ്ടു. 50 പെട്ടികളിൽ 29 എണ്ണം അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. പലതും ശൂന്യമായിരുന്നു. പെട്ടികളിൽ നിറയെ മണ്ണായിരുന്നു. അതിന് ശവക്കല്ലറയിൽ എന്നുപോലുള്ള ഒരു ഗന്ധമുണ്ടായിരുന്നു. അവർ ഒട്ടും സമയം കളഞ്ഞില്ല. വാൻ ഹെൽസിംഗ് തന്റെ ബാഗിൽ നിന്ന് ഒരു ഓസ്തി അഥവാ കോൺസെക്രേറ്റഡ് ഹോസ്റ്റ് പുറത്തെടുത്തു. എന്നിട്ട് ഓരോ പെട്ടിയിലുമുള്ള മണ്ണിന് മുകളിൽ ആ വിശുദ്ധ അപ്പം വെച്ചു. ഓസ്തി മണ്ണിൽ സ്പർശിച്ചതും ഒരു പുക ഉയരുകയും ഒരുതരം ചീഞ്ഞ മണം പരക്കുകയും ചെയ്തു. ആ മണ്ണ് അശുദ്ധമാക്കപ്പെട്ടു. ഇനി ഡ്രാക്കുളയ്ക്ക് ആ പെട്ടികളിൽ അഭയം തേടാനാവില്ല. അവർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഡോക്ടർ സുവാർഡ് തന്റെ രോഗിയായ റെൻഫീൽഡിനെ കുറിച്ച് ഓർത്തു. റെൻഫീൽഡിന്റെ മുടിയിൽ ചെന്നപ്പോൾ അയാൾ ശാന്തനായി കാണപ്പെട്ടു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു, റെൻഫീൽഡ് പറഞ്ഞു. അവനെ ഇവിടെ നിന്ന് ഓടിക്കാൻ. അവൻ എനിക്ക് വാഗ്ദാനം ചെയ്ത ആത്മാക്കളെ എനിക്ക് വേണ്ട, കാരണം അവയെല്ലാം രക്തം പുരണ്ടതാണ്. റെൻഫീൽഡിന് ഡ്രാക്കുളയുടെ സാന്നിധ്യം അറിയാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് സുവാർഡിന് മനസ്സിലായി. ബാക്കിയുള്ള 21 പെട്ടികൾ എവിടെയാണെന്ന് കണ്ടെത്തലായിരുന്നു അടുത്ത ദൗത്യം. ജോനഥന്റെ നിയമപരമായ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ആ പെട്ടികൾ ലണ്ടനിലെ പല വിലാസങ്ങൾക്കായി അയച്ചതായി അവർ കണ്ടെത്തി. നഗരത്തിന്റെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള പല വീടുകളിലേക്കും. ഡ്രാക്കുള തന്റെ താവളങ്ങൾ ലണ്ടൻ മുഴുവൻ വ്യാപിപ്പിക്കുകയായിരുന്നു. സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ വീടുകൾ കണ്ടെത്താൻ പുറപ്പെട്ടു. ജോനഥനും ആർത്തറും ഒരു ഭാഗത്തേക്കും സുവാർഡും ക്വിൻസിയും മറുഭാഗത്തേക്കും പോയി. വാൻ ഹെൽസിംഗും മീനയും ഒരുമിച്ച് എല്ലാ വിവരങ്ങളും ഏകോപിപ്പിച്ചു. അതൊരു അപകട പിടിച്ച ജോലിയായിരുന്നു. പകൽ സമയങ്ങളിൽ മാത്രമേ അവർക്ക് ആ വീടുകളിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. രാത്രിയായാൽ ഡ്രാക്കുള ശക്തനാകും. അവർ ഓരോ വീടുകളായി കണ്ടെത്തി. ചിലത് ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളായിരുന്നു, മറ്റു ചിലത് വാടകയ്ക്ക് കൊടുത്ത വീടുകളുടെ നിലവറകളായിരുന്നു. ഓരോ സ്ഥലത്തും അവർ മണ്ണ് നിറച്ച പെട്ടികൾ കണ്ടെത്തി. അവർ ഒരേ അനുഷ്ഠാനം ആവർത്തിച്ചു. വാൻ ഹെൽസിംഗ് നൽകിയ ഓസ്തി ഉപയോഗിച്ച് ആ മണ്ണ് വിശുദ്ധീകരിച്ചു. ഡ്രാക്കുളയുടെ ഓരോ ഒളിത്താവളങ്ങളായി അവർ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഈ നീക്കങ്ങൾ ഡ്രാക്കുള അറിയുന്നുണ്ടായിരുന്നു. തന്റെ പദ്ധതികൾ തകർക്കപ്പെടുന്നത് അവനെ പ്രകോപിപ്പിച്ചു. തന്റെ ഒളിത്താവളങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ശ്രദ്ധ തന്റെ ശത്രുക്കളുടെ ഏറ്റവും ദുർബലമായ കണ്ണിയിലേക്ക് തിരിഞ്ഞു. മീന ഹാർക്കർ. ഒരു ദിവസം വൈകുന്നേരം മറ്റുള്ളവരെല്ലാം പെട്ടികൾ തേടി പുറത്തു പോയപ്പോൾ മീനയും വാൻ ഹെൽസിംഗും സുവാർഡിന്റെ ഓഫീസിൽ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. വാൻ ഹെൽസിംഗിന് ഒരു അടിയന്തര സന്ദേശം ലഭിച്ച് പുറത്തു പോകേണ്ടി വന്നു. മീന അവിടെ തനിച്ചായി. അപ്പോഴാണ് റെൻഫീൽഡിന്റെ സെല്ലിൽ നിന്നൊരു ബഹളം കേട്ടത്. അവനെ സന്ദർശിക്കാൻ ചെന്ന സുവാർഡിനെയും ജീവനക്കാരെയും അത് ആക്രമിച്ചു. അവളെ രക്ഷിക്കൂ, അവനെ തടയൂ എന്ന് അവൻ അലറിക്കരയുകയായിരുന്നു. ആ ബഹളത്തിനിടയിൽ ഒരു കനത്ത മൂടൽമഞ്ഞ് സ്യൂവാർഡിന്റെ വീടിനെ പൊതിഞ്ഞു. അത് ജനലിന്റെ വിടവിലൂടെ ഒരു പുക പോലെ മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറി.
ആ മൂടൽമഞ്ഞിൽ നിന്ന് കൗണ്ട് ഡ്രാക്കുളയുടെ രൂപം ഉയർന്നു വന്നു. മീന ഭയന്ന് വിറച്ചു. നിന്റെ ഭർത്താവും സുഹൃത്തുക്കളും എന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. അവൻ ഒരു പാമ്പിനെ പോലെ ചീറി. അതിന് ഞാൻ നിന്നിലൂടെ പകരം വീട്ടും. നീ എന്റേതാകും. എന്റെ രക്തം നിന്റെ സിരകളിലൂടെ ഒഴുകും. ഞാൻ വിളിക്കുമ്പോൾ നീ എന്റെ അടുത്തേക്ക് വരും. അവൻ അവളെ കീഴടക്കാൻ ശ്രമിച്ചു. ഡ്രാക്കുളയുടെ ഒളിതാവളങ്ങൾ നശിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സംഘം അവന്റെ പ്രതികാരം എത്ര ഭയാനകമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടർ സ്യൂവാർഡിന്റെ അഭയകേന്ദ്രത്തിൽ റെൻഫീൽഡിന്റെ അക്രമാസക്തമായ പെരുമാറ്റം ഒരു മുന്നറിയിപ്പായിരുന്നു. ഡ്രാക്കുള അടുത്തു വരുന്നു എന്നതിന്റെ സൂചന. റെൻഫീൽഡ് തന്റെ യജമാനനെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. ഡ്രാക്കുള മീനയെ ഉപദ്രവിക്കുമെന്ന് ഭയന്നവൻ അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഡ്രാക്കുളയുടെ കോപത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ പാവം മനുഷ്യന് കഴിഞ്ഞില്ല. ഡ്രാക്കുള അവനെ അതിക്രൂരമായി ആക്രമിച്ച് നിലത്തിട്ടു. അതേസമയം മീന തനിച്ചായിരുന്ന മുറിയിലേക്ക് ഡ്രാക്കുള പ്രവേശിച്ചു. അവൾ ഭയന്ന് കുരിശുരൂപത്തിനായി പരതിയെങ്കിലും ഭയം കൊണ്ട് അവളുടെ കൈകൾ ചലിച്ചില്ല. ഡ്രാക്കുള അവളെ ബലമായി പിടികൂടി അവളുടെ രക്തം കുടിച്ചു. എന്നാൽ അവന്റെ ക്രൂരത അവിടെ അവസാനിച്ചില്ല. നീയും എന്റെ കൂട്ടാളിയാകണം, അവൻ പറഞ്ഞു. എന്റെ രക്തം കുടിച്ച് എന്റെ വർഗത്തിൽ ചേരുക. അവൻ തന്റെ നെഞ്ചിലൊരു മുറിവുണ്ടാക്കി അവിടെ നിന്ന് ഒഴുകി വന്ന രക്തം കുടിക്കാൻ മീനയെ നിർബന്ധിച്ചു. ആ പൈശാചികമായ പ്രവൃത്തിക്ക് അവൾ സാക്ഷിയാകേണ്ടി വന്നു. അപ്പോഴേക്കും ബഹളം കേട്ട് വാൻ ഹെൽസിംഗും മറ്റുള്ളവരും അങ്ങോട്ട് പാഞ്ഞെത്തി. അവർ വാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു. ജൊനാഥൻ ഹാർക്കർ ബോധരഹിതനായി നിലത്ത് കിടക്കുന്നു. മീന വെളുത്ത നൈറ്റ് ഗൗണിൽ രക്തം പുരണ്ട് ഡ്രാക്കുളയുടെ നെഞ്ചിൽ നിന്ന് രക്തം കുടിക്കുന്നു. അവരുടെ വരവ് കണ്ട് ഡ്രാക്കുള മീനയെ തള്ളിമാറ്റി. അവന്റെ കണ്ണുകൾ വിജയീഭാവത്തിൽ ജ്വലിച്ചു. ഇനി അവൾ എന്റേതാണ് എന്നലറിക്കൊണ്ട് അവനൊരു പുകയായി മാറി ജനലിലൂടെ രക്ഷപ്പെട്ടു. ജൊനാഥന് ബോധം വന്നപ്പോൾ അവൻ കണ്ടത് രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി നിലത്തിരുന്ന് തേങ്ങിക്കരയുന്ന മീനയെയാണ്. അശുദ്ധം, ഞാൻ അശുദ്ധയായി, അവൾ നിലവിളിച്ചു. തന്റെ പ്രിയപ്പെട്ടവൾക്ക് സംഭവിച്ച ദുരന്തം കണ്ട് ജൊനാഥൻ തകർന്നുപോയി. വാൻ ഹിൽസിംഗ് മീനയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഓസ്തി അവളുടെ നെറ്റിയിൽ വെച്ചു. അത് തൊട്ടതും ലൂസിയുടെ നെറ്റി പൊള്ളിയതുപോലെ മീനയുടെ നെറ്റിയിലും ഒരു ചുവന്ന പാടുണ്ടായി. അവൾ വേദന കൊണ്ട് അലറി. ദൈവത്തിന്റെ വിശുദ്ധ വസ്തുക്കൾക്ക് പോലും ഇപ്പോൾ അവളെ സ്പർശിക്കാൻ കഴിയില്ല, വാൻ ഹെൽസിംഗ് ദുഃഖത്തോടെ പറഞ്ഞു. അവന്റെ രക്തം അവളുടെ സിരകളിലുണ്ട്. അവൾ പതിയെ പതിയെ അവനെ പോലെയായി മാറും. ഡ്രാക്കുള മരിച്ചില്ലെങ്കിൽ അവൾ മരിക്കുമ്പോൾ ഒരു യക്ഷിയായി പുനർജനിക്കും. ഈ സംഭവം സംഘത്തെ തളർത്തിയെങ്കിലും അവരുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിച്ചു. മീനയെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഡ്രാക്കുളയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നശിപ്പിക്കുക. മീന തന്നെ അവർക്ക് പ്രതീക്ഷയുടെ ഒരു കിരണമായി മാറി. ഡ്രാക്കുളയുടെ രക്തം അവളുടെ സിരകളിലുള്ളതുകൊണ്ട് അവൾക്ക് അവനുമായി ഒരു മാനസിക ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഹിപ്നോട്ടിക് അവസ്ഥയിൽ വാൻ ഹെൽസിംഗ് അവളെ ചോദ്യം ചെയ്യുമ്പോൾ ഡ്രാക്കുള എവിടെയാണെന്നും എന്ത് ചെയ്യുകയാണെന്നും അവൾക്ക് പറയാൻ കഴിഞ്ഞു. ഞാൻ കേൾക്കുന്നത് വെള്ളമലയടിക്കുന്ന ശബ്ദമാണ്, കപ്പലിന്റെ മുരൾച്ച. ഞാനൊരു പെട്ടിയിൽ കിടക്കുകയാണ്, ഇരുട്ടാണ്, അവൾ പറയുമായിരുന്നു. ഡ്രാക്കുള ലണ്ടനിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും തന്റെ അവസാനത്തെ പെട്ടിയുമായി ഒരു കപ്പലിൽ ട്രാൻസിൽവേനിയയിലേക്ക് മടങ്ങുകയാണെന്നും അവർക്ക് മനസ്സിലായി. ലണ്ടനിലെ പരാജയത്തിന് ശേഷം അവൻ തന്റെ കോട്ടയുടെ സുരക്ഷിതത്വത്തിലേക്ക് പിൻവാങ്ങുകയാണ്. സമയം അവർക്കെതിരായിരുന്നു. ഡ്രാക്കുള കോട്ടയിലെത്തിയാൽ അവനെ പരാജയപ്പെടുത്തുക അസാധ്യമാകും. മീനയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. അവൾക്ക് കൂടുതൽ ഉറക്കം വന്നു തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു. അവളുടെ പല്ലുകൾക്ക് നേരിയ കൂർപ്പ് വന്നതായി അവർ ഭയത്തോടെ ശ്രദ്ധിച്ചു. അവർ ഉടൻ തന്നെ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഡ്രാക്കുള കപ്പലിൽ കരിങ്കടലിലൂടെ വാർണ എന്ന തുറമുഖത്തേക്ക് പോകുകയാണെന്ന് അവർ മനസ്സിലാക്കി. അവർ ട്രെയിനിൽ അവന് മുമ്പേ വാർണയിൽ എത്താൻ പദ്ധതിയിട്ടു. മീനയുടെ മാനസിക ബന്ധം അവർക്ക് വഴികാട്ടിയായി. ഓരോ തവണയും അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ അവൾ ഒരേ കാര്യം തന്നെ പറഞ്ഞു, വെള്ളത്തിന്റെ ശബ്ദം, ഞാൻ പെട്ടിയിലാണ്. അവർ വാർണയിലെത്തി. ഡ്രാക്കുളയുടെ കപ്പലായ സറീന കാത്രിൻ വരുന്നതും കാത്തിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കപ്പൽ എത്തിയില്ല. ഡ്രാക്കുള തങ്ങളെ കബളിപ്പിച്ചുവെന്ന് വാൻ ഹെൽസിംഗിന് മനസ്സിലായി. അവന്റെ കപ്പൽ വാർണയ്ക്ക് പകരം ഗലാഡ്സ് എന്ന മറ്റൊരു തുറമുഖത്തേക്കാണ് പോയത്. അവൻ സമയം നേടുകയായിരുന്നു. സംഘം വീണ്ടും യാത്ര തിരിച്ചു ഗലാഡ്സിലേക്ക്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അവർ വൈകിയിരുന്നു. ഡ്രാക്കുളയുടെ പെട്ടി കപ്പലിൽ നിന്നിറക്കി ഒരു നദിയിലൂടെ കോട്ടയിലേക്ക് കൊണ്ടുപോകാനായി ഒരു സംഘം ജിപ്സികൾക്ക് കൈമാറിയിരുന്നു. ഇനി കരയിലുള്ള ഒരു മത്സരയോട്ടമാണ്. ജിപ്സികൾക്ക് മുമ്പേ ഡ്രാക്കുളയുടെ കോട്ടയിലെത്തണം. സംഘം മൂന്നായി പിരിഞ്ഞു. ജൊനാഥനും ആർത്തറ ഒരു സ്റ്റീം ബോട്ടിൽ നദിയിലൂടെ ജിപ്സികളെ പിന്തുടർന്നു. ക്വിൻസിയും സ്യുവാർഡും കുതിരപ്പുറത്ത് നദിയുടെ കരയിലൂടെ യാത്രയായി. വാൻ ഹെൽസിംഗും മീനയും മറ്റൊരു വഴിയിലൂടെ നേരെ ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് തിരിച്ചു. മഞ്ഞുമൂടിയ കാർപ്പേഥിയൻ പർവ്വതനിരകളിലൂടെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു ഭ്രാന്തമായ യാത്രയായിരുന്നു അത്. ഡ്രാക്കുളയെ പിന്തുടർന്നുള്ള യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. കാർപ്പേത്യൻ പർവ്വതനിരകളുടെ തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയിലൂടെ ഓരോ സംഘവും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു. ജൊനാഥനും ആർത്തരും നദിയിലൂടെയുള്ള യാത്രയിൽ പല തടസ്സങ്ങളും നേരിട്ടു. നദിയിലെ ജലനിരപ്പ് താഴ്ന്നതും മഞ്ഞുവീഴ്ചയും അവരുടെ വേഗത കുറച്ചു. ക്വിൻസിയും സ്യുവാർഡും കുതിരപ്പുറത്ത് മഞ്ഞുമൂടിയ പാതകളിലൂടെ കഠിനമായി പ്രയത്നിച്ച് മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഏറ്റവും അപകടകരമായ ദൗത്യം ഏറ്റെടുത്തത് വാൻ ഹെൽസിംഗും മീനയുമായിരുന്നു. അവർ ഡ്രാക്കുളയുടെ കോട്ടയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ മീനയുടെ സ്വഭാവത്തിൽ ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ പ്രകടമായി. പകൽ സമയങ്ങളിൽ അവർ ക്ഷീണതയും ദുഃഖിതയുമായി കാണപ്പെട്ടു.
എന്നാൽ സൂര്യൻ അസ്തമിക്കും തോറും അവളുടെ പെരുമാറ്റം മാറും. അവളുടെ കണ്ണുകളിൽ ഒരുതരം ക്രൂരത നിഴലിക്കും. അവൾ വാൻ ഹെൽസിങ്ങിനോട് സംസാരിക്കാൻ വിസമ്മതിക്കും. ഡ്രാക്കുളയുടെ സ്വാധീനം അവളിൽ ശക്തമാവുകയായിരുന്നു. ഒരു രാത്രി തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അവരൊരു ഗുഹയിൽ അഭയം തേടിയപ്പോൾ ഡ്രാക്കുളയുടെ 3 വധുക്കൾ മഞ്ഞിന്റെ രൂപത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു. അവർ മീനയെ അടുത്തേക്ക് വിളിച്ചു, "വരൂ സഹോദരി, ഞങ്ങളോടൊപ്പം ചേരൂ" എന്ന്. മീന എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വാൻ ഹെൽസിംഗ് തന്റെ കയ്യിലിരുന്ന ഓസ്തി കൊണ്ട് നിലത്തൊരു വൃത്തം വരച്ചു. ആ വിശുദ്ധ വൃത്തത്തിനുള്ളിലേക്ക് കടക്കാൻ ആ യക്ഷികൾക്ക് കഴിഞ്ഞില്ല. അവർ നിരാശയോടെ അലറി വിളിച്ച് പ്രഭാതത്തിനു മുമ്പ് അപ്രത്യക്ഷരായി. മീനയെ ആ വിശുദ്ധ വൃത്തത്തിൽ സുരക്ഷിതയാക്കിയ ശേഷം വാൻ ഹെൽസിംഗ് തന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനായി കോട്ടയിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകൽ സമയമായിരുന്നു അത്. കോട്ടയുടെ കവാടം അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ വാൻ ഹെൽസിംഗ് ചുറ്റികയും മുളിയും ഉപയോഗിച്ച് അത് തകർത്തകം കടന്നു. ജൊനാഥൻ വിവരിച്ച അതേ ഭയാനകമായ കോട്ട, എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ ജീർണിച്ചതും ഉപേക്ഷിതമായി തോന്നി. ജൊനാഥന്റെ ഡയറിയിലെ വിവരണങ്ങൾ വെച്ച് വാൻ ഹെൽസിംഗ് ആ യക്ഷിവധുക്കൾ ഉറങ്ങുന്ന കല്ലറ കണ്ടെത്തി. കോട്ടയ്ക്കുള്ളിലെ പഴയ ചാപ്പലിൽ 3 ശവക്കല്ലറകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോന്നായി തുറന്നു. അതിൽ ജൊനാഥൻ വിവരിച്ച അതേ 3 സുന്ദരികളായ സ്ത്രീകൾ മരണനിദ്രയിലായിരുന്നില്ല, മറിച്ച് ഒരുതരം ജീവനുള്ള ഉറക്കത്തിലായിരുന്നു. അവരുടെ കവളുകളിൽ രക്തത്തിന്റെ നിറമുണ്ടായിരുന്നു. ചുണ്ടുകൾ ചുവന്നിരുന്നു. അവർ പകൽ സമയങ്ങളിൽ ശക്തിയില്ലാതെ കിടക്കുകയായിരുന്നു. വാൻ ഹെൽസിംഗ് ഒരു നിമിഷം മടിച്ചു നിന്നു. അവരുടെ സൗന്ദര്യം അത്രയേറെ വശീകരിക്കുന്നതായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിലെ പൈശാചികതയെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹം തന്റെ ദൗത്യത്തിലേക്ക് മടങ്ങി വന്നു. ലൂസിയോട് ചെയ്ത അതേ ക്രൂരമായ എന്നാൽ കാരുണ്യപൂർണമായ പ്രവൃത്തി അദ്ദേഹം ആവർത്തിച്ചു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അദ്ദേഹം മരക്കുറ്റി തറച്ചു, തലയറുത്തു. ഓരോ തവണയും ആ ഭീകരമായ അലർച്ചകൾ കോട്ടയുടെ ചുമരുകളിൽ പ്രതിധ്വനിച്ചു. ആ കർമ്മം പൂർത്തിയായപ്പോൾ അവരുടെ മുഖത്തെ പൈശാചികമായ സൗന്ദര്യം മാഞ്ഞ് നൂറ്റാണ്ടുകൾ പഴകിയ അസ്ഥിക്കൂടങ്ങളായ ആ ശരീരങ്ങൾ പൊടിഞ്ഞുപോയി. അവരുടെ ആത്മാക്കൾക്ക് ഒടുവിൽ മോക്ഷം ലഭിച്ചു. അതിനുശേഷം വാൻ ഹെൽസിംഗ് ഡ്രാക്കുളയുടെ സ്വന്തം ശവകുടീരം കണ്ടെത്തി. കൂറ്റൻ കല്ലറയ്ക്കുള്ളിൽ അവന്റെ ശവപ്പെട്ടി കിടന്നിരുന്നു. വാൻ ഹെൽസിംഗ് ആ ശവപ്പെട്ടിയിലും കല്ലറ മുഴുവനും ഓസ്തിയുടെ കഷ്ണങ്ങൾ വിതറി. ആ സ്ഥലം അദ്ദേഹം പൂർണ്ണമായി അശുദ്ധമാക്കി. ഇനി ഡ്രാക്കുളയ്ക്ക് തന്റെ സ്വന്തം കോട്ടയിൽ പോലും അഭയം കണ്ടെത്താനാവില്ല. തന്റെ ദൗത്യം പൂർത്തിയാക്കി വാൻ ഹെൽസിംഗ് മീനയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. അവൻ കോട്ടയിൽ നിന്ന് പുറത്തു വന്നതും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. മീനയെ സംരക്ഷിച്ചിരുന്ന വിശുദ്ധ വൃത്തം ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. വാൻ ഹെൽസിംഗ് കോട്ടയിലേക്ക് നോക്കി. തന്റെ ഏക അഭയകേന്ദ്രവും നഷ്ടപ്പെട്ട ഡ്രാക്കുള ഇപ്പോൾ എവിടേക്ക് പോകും? അവന്റെ പെട്ടി വഹിക്കുന്ന ജിപ്സികളുടെ സംഘം കോട്ടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം നദിയിലൂടെയും കരയിലൂടെയുമുള്ള മറ്റു 2 സംഘങ്ങളും കോട്ടയെ ലക്ഷ്യമാക്കി പാഞ്ഞെത്തുകയായിരുന്നു. ജൊനാഥനും ആർത്തറും തങ്ങളുടെ ബോട്ട് ഉപേക്ഷിച്ച് കുതിരകളെ സംഘടിപ്പിച്ച് കരയിലൂടെ യാത്ര തുടർന്നു. ക്വിൻസിയും സ്യൂവാർഡും തളരാതെ കുതിരകളെ പായിച്ചു. 4 പേരും ഏകദേശം ഒരേ സമയം ബോർഗോ ചുരത്തിൽ വെച്ച് കണ്ടുമുട്ടി. ദൂരെ മഞ്ഞുമൂടിയ വഴിയിലൂടെ ഒരു വലിയ വണ്ടി പാഞ്ഞു വരുന്നത് അവർ കണ്ടു. ജിപ്സികളായിരുന്നു അത്. വണ്ടിക്കുള്ളിൽ ഡ്രാക്കുളയുടെ പെട്ടിയുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സൂര്യാസ്തമയത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സൂര്യൻ അസ്തമിച്ചാൽ പെട്ടിക്കുള്ളിൽ നിന്ന് ഡ്രാക്കുള പൂർണ്ണ ശക്തിയോടെ പുറത്തു വരും. പിന്നെ അവനെ തടയാനാവില്ല. അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. 4 പേരും തങ്ങളുടെ ആയുധങ്ങൾ തയ്യാറാക്കി ആ വണ്ടിക്ക് നേരെ കുതിച്ചു. അവർക്കും ഡ്രാക്കുളയുടെ കോട്ടയ്ക്കുമിടയിൽ ആ ജിപ്സികളുടെ വണ്ടി ഒരു തടസ്സമായി നിന്നു. മീനയുടെ ജീവനും ലോകത്തിന്റെ ഭാവിയും ആ അന്തിമ പോരാട്ടത്തെ ആശ്രയിച്ചിരുന്നു. സൂര്യൻ കാർപ്പാത്തിയൻ പർവ്വത നിരകൾക്ക് പിന്നിലേക്ക് അതിവേഗം മറഞ്ഞുകൊണ്ടിരുന്നു. ആകാശത്തെ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ പടർന്നു. മഞ്ഞിന്റെ വെളുത്ത പ്രതലത്തിൽ അത് രക്തം വീണതുപോലെ തോന്നി. ഡ്രാക്കുളയുടെ പെട്ടിയുമായി പാഞ്ഞു വന്ന ജിപ്സികളുടെ വണ്ടി കോട്ടയുടെ കവാടത്തിന് തൊട്ടരികെ എത്തി. ജോനാഥൻ, ആർതർ, വിൻസി, സ്യൂവാർഡ് എന്നിവർ 4 പാട് നിന്നും അവരെ വളഞ്ഞു. ജിപ്സികൾ തങ്ങളുടെ യജമാനന്റെ ചരക്ക് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. അവർ തങ്ങളുടെ കത്തികളും ചാട്ടവാറുകളും ഉപയോഗിച്ച് പ്രതിരോധിച്ചു. ഒരു ഘോരമായ പോരാട്ടം അവിടെ ആരംഭിച്ചു. കുതിരകളുടെ ചിനക്കലും മനുഷ്യരുടെ അലർച്ചകളും ആയുധങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും ആ നിശബ്ദമായ താഴ്വരയിൽ മാറ്റൊലിക്കൊണ്ടു. വിൻസി മോറിസും ജൊനാഥൻ ഹാർക്കറും വണ്ടിയുടെ ഇരുവശത്തു നിന്നും അതിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. ആർദറും സ്യൂവാർഡും കുതിരപ്പുറത്തേന്ന് ജിപ്സികളെ നേരിട്ടു. അതേസമയം കോട്ടയ്ക്ക് മുകളിലെ ഒരു പാറക്കെട്ടിൽ നിന്ന് വാൻ ഹെൽസിംഗും മീനയും ഈ പോരാട്ടം കാണുന്നുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ച് മീനയുടെ അസ്വസ്ഥത വർദ്ധിച്ചു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഡ്രാക്കുളയുടെ സ്വാധീനം അവളുടെ അവസാനത്തെ ചെറുത്തുനിൽപ്പിനെയും തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. വേഗം വേഗം എന്ന് വാൻ ഹെൽസിംഗ് പ്രാർത്ഥനയോടെ പിറുപിറുത്തു. വിൻസി മോറിസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ബോബി കത്തി ഉപയോഗിച്ച് ജിപ്സികളെ തുരത്തി വണ്ടിയുടെ ഒരു വശത്തേക്കെത്തി. ജൊനാഥൻ മറുവശത്ത് നിന്ന് വണ്ടിയുടെ ചക്രങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞുകയറി. അവന്റെ ലക്ഷ്യമൊന്നായിരുന്നു, ആ പെട്ടി. അവൻ തന്റെ കൂർക്കം എന്ന നേപ്പാളി കത്തി കയ്യിലെടുത്തു. ജിപ്സികളുമായുള്ള പോരാട്ടത്തിനിടയിൽ വിൻസിയുടെ നെഞ്ചിൽ ഒരു ജിപ്സിയുടെ കത്തി ആഴത്തിൽ തുളച്ചു കയറി. ഒരു നിമിഷം അവൻ വേദന കൊണ്ട് പുളഞ്ഞു, പക്ഷേ വീണില്ല. അവൻ തന്റെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് വണ്ടിയിലുണ്ടായിരുന്ന പെട്ടിയുടെ മൂടി തകർക്കാൻ ശ്രമിച്ചു. അവസാനത്തെ സൂര്യരശ്മിയും അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം ജൊനാഥൻ ഹാർക്കർ തന്റെ തമാം വെറുപ്പും പ്രതികാരവും ആവാഹിച്ച് കയ്യിലിരുന്ന കൂർക്കം കത്തികൊണ്ട് പെട്ടിക്കുള്ളിലേക്ക് ആഞ്ഞുവെട്ടി. അതേ നിമിഷം മാരകമായി മുറിവേറ്റ ക്വിൻസി മോറിസ് തന്റെ ബോവി കത്തി പെട്ടിക്കുള്ളിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കി. പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു മനുഷ്യന്റേതല്ലാത്ത ഭീകരവും ഹൃദയഭേദകവുമായ ഒരു അലർച്ച ഉയർന്നു. ജൊനാഥന്റെ കത്തി ഡ്രാക്കുളയുടെ കഴുത്തിലാണ് പതിച്ചത്. അത് അവന്റെ തലയെ ഉടലിൽ നിന്ന് ഏതാണ്ട് വേർപെടുത്തി. ക്വിൻസിയുടെ കത്തി കൃത്യം അവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ആ നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു. കൗണ്ട് ഡ്രാക്കുളയുടെ ശരീരം കല്ലറയിൽ വെച്ച് ആ യക്ഷി വധുക്കൾക്ക് സംഭവിച്ചതുപോലെ അതിവേഗം ജീർണിക്കാൻ തുടങ്ങി.
നൂറ്റാണ്ടുകളുടെ പഴക്കം ആ ശരീരത്തെ നിമിഷനേരം കൊണ്ട് ബാധിച്ചു. മുഖത്തെ ക്രൂരമായ ഭാവം മാറി ഒരു നിമിഷത്തേക്ക് ശാന്തമായ ക്ഷീണിച്ചൊരു ഭാവം തെളിഞ്ഞു. പിന്നെ ആ ശരീരം പൂർണ്ണമായും പൊടിപടലങ്ങളായി മാറി കാറ്റിൽ അലിഞ്ഞു ചേർന്നു. ഡ്രാക്കുള എന്ന ഭീകരസത്വം എന്നേക്കുമായി അവസാനിച്ചു. അവന്റെ മരണം സംഭവിച്ച അതേ നിമിഷം പാറപ്പുറത്തിരുന്ന മീനയുടെ നെറ്റിയിലെ ചുവന്ന പാട് മാഞ്ഞുപോയി. അവളുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സമാധാനത്തിന്റെയും നിർമ്മലതയുടെയും ഒരു പ്രകാശം പരന്നു. അവളെ ബന്ധിച്ചിരുന്ന പൈശാചികമായ ചങ്ങലകൾ പൊട്ടിത്തെറിക്കപ്പെട്ടിരുന്നു. അവൾ പൂർണ്ണമായും സ്വതന്ത്രയായി. അവൾ എഴുന്നേറ്റ് വാൻ ഹെൽസിങ്ങിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് ദുഃഖത്തിന്റെ അല്ല, ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. താഴെ പോരാട്ടം അവസാനിച്ചിരുന്നു. ഡ്രാക്കുള മരിച്ചതോടെ ജിപ്സികൾ ഭയന്ന് ഓടിപ്പോയി. എന്നാൽ അവരുടെ വിജയം പൂർണ്ണമായിരുന്നില്ല. ക്വിൻസി മോറിസ് നെഞ്ചിലെ മുറിവിൽ നിന്ന് രക്തം വാർന്ന് മഞ്ഞിൽ തളർന്നു വീണു. ആർത്തറും സ്യുവാർഡും ജൊനാഥനും അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. ക്വിൻസി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുകൾ പാറപ്പുറത്ത് നിൽക്കുന്ന മീനയെ തേടി. അവളുടെ നെറ്റിയിലെ പാട് മാഞ്ഞത് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. നമ്മൾ വിജയിച്ചു, അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. ഇപ്പോഴെനിക്ക് സന്തോഷത്തോടെ മരിക്കാം. മീന സുരക്ഷിതയാണല്ലോ. അവന്റെ കണ്ണുകൾ അടഞ്ഞു. ആ ധീരനായ അമേരിക്കക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ മടിയിൽ കിടന്ന് അവസാന ശ്വാസം വലിച്ചു. സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചു. ഡ്രാക്കുളയുടെ കോട്ടയുടെ നിഴൽ താഴ്വരയിൽ പതിച്ചു. എന്നാൽ ആ നിഴലിന് ഇനി ഭയപ്പെടുത്താനുള്ള ശക്തിയില്ലായിരുന്നു. തിന്മ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അതിനവർക്ക് വലിയൊരു വില നൽകേണ്ടി വന്നു. തങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ മൃതദേഹത്തിനരികിൽ ആ തണുത്ത രാത്രിയിൽ അവർ നിശബ്ദരായി നിന്നു. അവരുടെ വിജയം ദുഃഖത്തിൽ പൊതിഞ്ഞതായിരുന്നു. ക്വിൻസി മോറിസിന്റെ മരണം അവരുടെ വിജയത്തിന്മേൽ ഒരു കറുത്ത നിഴൽ വീഴ്ത്തി. ആ ധീരനായ സുഹൃത്തിന്റെ ജീവത്യാഗം അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. കാർപേഥ്യൻ മലനിരകളിലെ ആ തണുത്തുറഞ്ഞ മണ്ണിൽ അവർ തങ്ങളുടെ സുഹൃത്തിന് അന്ത്യയാത്ര നൽകി. അവന്റെ ശവകുടീരത്തിനരികെ നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് സഹിച്ച ദുരിതങ്ങളെയും നേടിയെടുത്ത വിജയത്തെയും നഷ്ടപ്പെട്ട ജീവനെയും ഓർത്തു. ക്വിൻസിയുടെ ധീരതയും നിസ്വാർത്ഥതയും അവരുടെ ഓർമ്മകളിൽ എന്നെന്നും ജീവിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. തിരികെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്ര നിശബ്ദമായിരുന്നു. ഓരോരുത്തരുടെയും മനസ്സിൽ ആധികളുടെ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. ജൊനാഥനന്റെയും മീനയുടെയും കൈകൾ പരസ്പരം കോർത്തുപിടിച്ചിരുന്നു. അവരൊരുമിച്ച് അതിജീവിച്ച ഭീകരതകൾ അവരെ കൂടുതൽ അടുപ്പിച്ചു. മീനയുടെ നെറ്റിയിലെ പാട് പൂർണ്ണമായും മാഞ്ഞിരുന്നു. അവളുടെ മുഖത്ത് പഴയ പ്രസരിപ്പും സമാധാനവും തിരിച്ചു വന്നിരുന്നു. ജൊനാഥന്റെ മുഖത്തെ ഭയത്തിന്റെ ചുളിവുകൾ മാഞ്ഞ് ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാവം നിറഞ്ഞു. അവർക്ക് മുന്നിൽ ഒരു പുതിയ ജീവിതം കാത്തിരിപ്പുണ്ടായിരുന്നു. ആർത്തർ ഹോംവുഡ് തന്റെ ദുഃഖത്തിൽ നിന്ന് പതിയെ കരകയറുകയായിരുന്നു. ലൂസിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്നതും അവളുടെ മരണത്തിന് കാരണക്കാരനായ ഭീകരൻ നശിപ്പിക്കപ്പെട്ടു എന്നതും അവന് ആശ്വാസം നൽകി. ക്വിൻസിയുടെ നഷ്ടം അവനെ തളർത്തിയെങ്കിലും ആ ഓർമ്മ അവന് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്തു നൽകി. ഡോക്ടർ സ്യുവാർഡ് തന്റെ ഡയറിയിലെ അവസാന താളുകളും എഴുതി തീർത്തു. ശാസ്ത്രലോകത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷിയായ അവന്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം വസന്തകാലത്തെ മനോഹരമായ ഒരു സായാഹ്നം. ജൊനാഥനും മീനയും തങ്ങളുടെ ചെറിയ മകന്റെ കൈപിടിച്ച് ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ആ കുട്ടിക്ക് അവർ പേരിട്ടത് ക്വിൻസി എന്നായിരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാം പേരുകൾ അവന്റെ പേരിനൊപ്പം ചേർത്തിരുന്നു. അവന്റെ നീരക്കണ്ണുകളിൽ ക്വിൻസി മോറിസിന്റെ സാഹസികതയും ആർത്തറിന്റെ കുലീനതയും സ്യുവാർഡിന്റെ ബുദ്ധിയും വാൻ ഹെൽസിംഗിന്റെ ജ്ഞാനവും സ്വന്തം അച്ഛന്റെ ധൈര്യവും പ്രതിഫലിക്കുന്നതായി അവർക്ക് തോന്നി. അവർക്കരികിൽ പ്രായത്തിന്റെ ചുളിവുകൾ വീണെങ്കിലും കണ്ണുകളിൽ അതേ തീക്ഷ്ണത സൂക്ഷിക്കുന്ന പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഉണ്ടായിരുന്നു. ആർത്തർ ഹോംവുഡും ഡോക്ടർ സ്യുവാർഡും സന്തോഷത്തോടെ വിവാഹിതരായി ജീവിക്കുന്നു. അവരെല്ലാം ഇടയ്ക്കിടെ ഒരുമിച്ച് കൂടുമായിരുന്നു. ആ പഴയ ഭീകരമായ ഓർമ്മകൾ അവരെ ഇപ്പോഴും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു അദൃശ്യ ചരടായിരുന്നു. വാൻ ഹെൽസിംഗ് ചെറിയ ക്വിൻസിയെ നോക്കി പുഞ്ചിരിച്ചു. ഈ കുട്ടിക്ക് ഒരു നാൾ നമ്മൾ കടന്നുപോയ വഴികളെക്കുറിച്ച് അറിയേണ്ടി വരുമോ? അവൻ ജൊനാഥനോട് ചോദിച്ചു. അതെ, ജൊനാഥൻ മറുപടി നൽകി. അവൻ അറിയണം ഈ ലോകത്ത് തിന്മയുടെ ശക്തികൾ എത്ര ഭയാനകമാണെന്നും അതിനെതിരെ പോരാടാൻ സ്നേഹത്തിനും സൗഹൃദത്തിനും ധൈര്യത്തിനും എത്രത്തോളം ശക്തിയുണ്ടെന്നും അവൻ അറിയണം സാധാരണ മനുഷ്യർക്ക് പോലും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. അവർ ട്രാൻസിൽവാനിയയിലേക്ക് നടത്തിയ ആ ഭയാനകമായ യാത്രയെക്കുറിച്ച് ഓർത്തു. ഡ്രാക്കുളയുടെ കോട്ട ഇപ്പോൾ ഒരു ശൂന്യമായ അവശിഷ്ടം മാത്രമാണ്. കാലം ആ ഭീകരതയുടെ ഓർമ്മകളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ആ പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ മനസ്സിൽ ആ ഓർമ്മകൾ മായാതെ കിടന്നു. അത് ഭയത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് വിജയത്തിന്റെ ഓർമ്മയായിരുന്നു. അന്ധകാരത്തിനുമേൽ പ്രകാശം നേടിയ വിജയത്തിന്റെ ഓർമ്മ. മീന തന്റെ മകനെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. അത് ദുഃഖത്തിൻ്റെതായിരുന്നില്ല, നന്ദിയുടേതായിരുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കും തങ്ങൾ നേടിയെടുത്ത സമാധാനത്തിനും തങ്ങൾക്ക് ലഭിച്ച പുതിയ ജീവിതത്തിനും വേണ്ടിയുള്ള നന്ദി. ആകാശത്ത് സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം ഉദിച്ചിരുന്നു. ഭയത്തിന്റെ നിഴലുകളില്ലാത്ത സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു പ്രഭാതം. അവർ ഒരുമിച്ച് കൈകോർത്ത് ആ സായാഹ്നത്തിന്റെ ശാന്തതയിലേക്ക് നടന്നു. അവരുടെ പിന്നിൽ ചരിത്രത്തിന്റെ താളുകളിൽ ഒരു ഭീകര സ്വപ്നമായി ഡ്രാക്കുളയുടെ കഥ അവസാനിച്ചിരുന്നു.
7 വർഷം മുൻപത്തെ ആ തണുത്തുറഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ ഇപ്പോഴും ഒരു നേർത്ത മൂടൽമഞ്ഞു പോലെ തന്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഡ്രാക്കുള എന്ന അന്ധകാരത്തിന്റെ മൂർത്തി എന്നേക്കുമായി പൊടിപടലങ്ങളായി മാറിയെങ്കിലും ആ പോരാട്ടത്തിന്റെ മുറിപാടുകൾ പൂർണ്ണമായും ഉണങ്ങിയിരുന്നില്ല. ക്വിൻസിയുടെ ധീരമായ മുഖം, ലൂസിയുടെ അവസാനത്തെ ശാന്തമായ പുഞ്ചിരി, ആ ഭീകര രാത്രികളിലെ നിലവിളികൾ, വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധം, കുരിശുരൂപത്തിന്റെ തണുത്ത സ്പർശം എല്ലാം അവരുടെ ആത്മാവിന്റെ ഭാഗമായി മാറിയിരുന്നു. അവർ ലോകത്തെ രക്ഷിച്ച വീരന്മാരായിരുന്നില്ല. പത്രങ്ങളോ ചരിത്ര പുസ്തകങ്ങളോ അവരുടെ കഥ പറഞ്ഞില്ല. സാധാരണക്കാരായി ജീവിച്ച് അസാധാരണമായ ഒരു തിന്മയെ നേരിട്ട കുറച്ചു മനുഷ്യർ മാത്രമായിരുന്നു അവർ. അവരുടെ പോരാട്ടം രഹസ്യമായിരുന്നു, അവരുടെ വിജയവും. എന്നാൽ ഓരോ സൂര്യോദയവും അവർക്കൊരു സമ്മാനമായിരുന്നു. ഓരോ രാത്രിയും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നത് അവർ നേടിയെടുത്ത ഏറ്റവും വലിയ വിജയമായിരുന്നു. ജൊനാഥൻ തന്റെ മകൻ ക്വിൻസിയുടെ തലയിൽ തലോടി. ഈ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരിയായിരുന്നു ആ ഭീകരതയ്ക്കെതിരെയുള്ള തങ്ങളുടെ യഥാർത്ഥ പ്രതികാരം. തിന്മയ്ക്ക് ഒരു തലമുറയെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ സ്നേഹത്തിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും പുതിയ തലമുറകൾ ഉയർന്നു വരും. അതാണ് പ്രകൃതിയുടെ നിയമം. ഡ്രാക്കുള ആ നിയമത്തെ വെല്ലുവിളിച്ചു, പക്ഷെ അവസാനം അവൻ പരാജയപ്പെട്ടു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. പാർക്കിലെ വിളക്കുകൾ ഓരോന്നായി തെളിഞ്ഞു. അവർ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. ആ പഴയ ഡയറിക്കുറിപ്പുകളും കത്തുകളും രേഖകളുമെല്ലാം ഒരു പെട്ടിയിലാക്കി ഭദ്രമായി പൂട്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ആർക്കെങ്കിലും ഒരു മുന്നറിയിപ്പായി അത് ഉപകരിച്ചേക്കാം. കാരണം ഡ്രാക്കുളയെ പോലുള്ള തിന്മകൾ പല രൂപത്തിലും ഭാവത്തിലും വീണ്ടും അവതരിച്ചേക്കാം. അപ്പോൾ സ്നേഹവും ധൈര്യവും സൗഹൃദവും എന്ന പുരാതനമായ ആയുധങ്ങൾ വീണ്ടും ആവശ്യമായി വരും. ആ ചിന്തയോടെ അവർ തങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് രാത്രിയുടെ നിഴലുകളെ ഭയക്കാതെ ഒരുമിച്ച് നടന്നു നീങ്ങി. ഡ്രാക്കുളയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അന്ധകാരത്തിന്റെ ഭയാനകമായ ആ അധ്യായം അടഞ്ഞു. പ്രകാശവും പ്രതീക്ഷയും വിജയിച്ചിരിക്കുന്നു. ഭയത്തിന്റെ നിഴലുകൾ ഇനി നിങ്ങളെ അലട്ടുകയില്ല. ഇനി ശാന്തമായി ഉറങ്ങും. ശുഭരാത്രി.